بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ആദരണീയരായ ഉലമാക്കളെ സഹപാഠികളെ ജംഉൽ ജവാമിയുടെ 28ാമത്തെ ക്ലാസ് നമ്മുടെ ചർച്ചാ വിഷയം ഫർള് കിഫാ. അതിന്റെ ബാക്കി തുടരുകയാണ്. വൽ മുഖ്താറു അലൽ അവ്വലി, അവ്വല് പ്രകാരം മുഖ്താറായ അഭിപ്രായം. അവ്വൽ എന്ന് പറഞ്ഞത് ഫർള് കിഫ ബഅദിന്റെ മേലേ ഉള്ളൂ, കുല്ലിന്റെ മേലില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് മുഖ്താർ. അതനുസരിച്ച് ഈ ബഅദ് എന്തായിരിക്കും എന്നുള്ള ചർച്ച. അൽ ബഅദു മുബ്ഹമുൻ, ബഅദാവുന്നത് മുബ്ഹമാണ് എന്നാണ്. അപ്പൊ മുഖ്താറാവുന്നത് അൽ ബഅദു, ബഅദാകുന്നത് മുബ്ഹമുൻ, മുബ്ഹമാണ്. അൽ ബഅദു മുബ്ഹമുൻ എന്ന് തർക്കീബ് മൂത്തി ഖബറുമാണ്. ജുംല ഒന്നാം മൂത്തയായ മുഖ്താറിന്റെ ഖബറും വെക്കുക. അതൊക്കെ സറയിൽ നോക്കിയാൽ തർക്കീബ് കിട്ടും. അപ്പൊ ബഅദ് മുബ്ഹമാണെന്ന മുഖ്താർ വന്നത് ഇതില്ല ദലീല അല അന്നഹു മുഅയ്യനൻ. ആ ബഅദ് മുഅയ്യനാണ്, ഇന്നതാണ് എന്നതിന്റെ മേൽ ലക്ഷ്യമില്ല. അതുകൊണ്ടാണ് ബഅദ് മുബ്ഹമാണെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോ ഫമൻ ഖാമ ബിഹി, ഈ ബഅദ് കൊണ്ട് മുബ്ഹമായിരിക്കുന്ന ഈ ബഅദ് കൊണ്ട് ഒരാൾ നിന്നാൽ അത് നിറവേറ്റി എന്നർത്ഥം. സഖത്തൽ ഫർളു ബിഫിഇലിഹി, ആ മന്ന് ആ ഒരുത്തൻ പ്രവർത്തിക്കൽ കൊണ്ട് ഫർള് എന്ന കടമ വീടി എന്നാണ് അതിനെപ്പറ്റി പറയുന്നതാണ് ബഅദ് മുബ്ഹം. അപ്പൊ ഇന്നത് എന്നില്ല, അത് ഏതൊന്നിനെടുത്താൽ മുബ്ഹമായ ഒരു ബഅദാണ്. അതുകൊണ്ട് ഒരാൾ നിറവേറ്റിയാൽ എല്ലാവർക്കും ബാധ്യതയായി വരുന്നൊരു ഫർള് ഉണ്ടായിരുന്നു. ആ ഫർള് അയാൾ പ്രവർത്തികളോടുകൂടി വീണുപോയി. ഇനി ഇവിടെ മുഖ്താറായ അഭിപ്രായം എന്ന് പറയുമ്പോൾ തന്നെ ഖീലകൾ വരാനുണ്ട്. ഒരഭിപ്രായം പറയുന്നു ഖീല അൽ ബഅദു, ആ ബഅദ് മുബ്ഹമല്ല, മുഅയ്യനുൻ ഇൻദല്ലാഹി തആല, അത് അല്ലാഹുവിന്റെ അടുക്കൽ വ്യക്തമാക്കപ്പെട്ടതാണ്. യസ്ഖുതുൽ ഫർളു ബിഫിഇലിഹി, അല്ലാഹുവിന്റെ അടുക്കൽ വ്യക്തമാക്കപ്പെട്ടതായ ആ ബഅദ്, ആ ബഅദിനെ പ്രവർത്തിക്കൽ കൊണ്ട് ഫർള് ഒഴിവാകും. വബിഫിഇലി ഗൈരിഹി, ആ മുഅയ്യൻ അല്ലാത്തൊരു ബഅദും വരാ, മുഅയ്യന ബഅദുണ്ട്. അപ്പൊ മുഅയ്യനല്ലാത്ത ബഅദിനെ പ്രവർത്തിക്കൽ കൊണ്ടും മുഅയ്യനായ ബഅദിനെ പ്രവർത്തിക്കൽ കൊണ്ടും ഫർള് എന്ന് പറയുന്ന കടമ ഇവിടെ വീണുപോകും. അതിനെ നമുക്കൊരു ഖിയാസാക്കിയിട്ടൊന്ന് പറയാം. ഏതുപോലെ ഖമാ യസ്ഖുതുദ്ദൈനു, കടം കഴിയും പോലെ വീണുപോകും പോലെ, ഒഴിവായി പോകും പോലെ, അനിശഖ്സി ഒരു വ്യക്തിയെ തൊട്ട് എങ്ങനെ അദായി ഗൈരിഹി അൻഹു, ഈ വ്യക്തി കൊടുക്കാനുള്ള കടം മറ്റൊരു വ്യക്തി വന്നിട്ട് വീട്ടി കൊടുത്തു. അയാൾ വീട്ടിയതോടുകൂടി ഇയാൾ കൊടുക്കാനുള്ള പണത്തിന്റെ ഇടപാടും ആ കടമയും വീണുപോയല്ലോ. എന്നതുപോലെ തന്നെ മുഅയ്യനായൊരു പറന്നെടുത്തു, മറ്റൊരു പറന്നെടുത്തു, അങ്ങനല്ലാത്ത, അതുകൊണ്ടൊക്കെ ചെയ്താൽ ഫർള് ഒഴിവാകും. അതാണ് ഖീല പറയുന്നത്. ഇനി വേറൊരു ഖീല വഖീല പറയപ്പെട്ടിട്ടുണ്ട് അൽ ബഅദു, ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബഅദ് ഉണ്ടല്ലോ, അത് മൻ ഖാമ ബിഹി, ആ ബഅദ് കൊണ്ട് ആരാണോ ഒന്നെങ്കിൽ അവനാണ് ബഅദ് എന്നാണ്. മൻ ഒരുത്തൻ, ഖാമ ആ ഒരുത്തൻ നിന്നു നിറവേറ്റി, ബിഹി ആ ബഅദ് കൊണ്ട് നിറവേറ്റി, അങ്ങനത്തെ ഒരുത്തനാണ് ബഅദ് എന്ന ഒരു ഖീല. എന്തുകൊണ്ടത് അങ്ങനെ പറയുന്നു? മന്ന് ലിസുഖൂതിഹി, ആ ബഅദ്, അതായത് ആ ബഅദ് ഫർള് വീണുപോയതിന് വേണ്ടി, ബിഫിഇലിഹി, ഈ ബഅദ് പ്രവർത്തിച്ചത് കൊണ്ട് ആ ഫർള് വീണുപോയില്ലേ, അവിടെ ആ കടമ വീടിപ്പോയില്ലേ. അതുകൊണ്ടാണ് ആരാണോ ആ ബഅദ് കൊണ്ട് നിന്നെങ്കിൽ, ആ ഫർള് കൊണ്ട് നിന്നെങ്കിൽ അവനാണ് ബഅദ് ഖീല. സ്വന്തം മദാറുഹു, പിന്നീട് നമുക്ക് ഈ ഖീലയെ എടുത്തുകൊണ്ട് ഈ ബഅദിനെ പറ്റിയുള്ള ചർച്ച വരുന്നത് ഏത് രണ്ട് ഖീലെടുത്താലും മുഅയ്യനാണ് അല്ലെങ്കിൽ മൻഖാമയാണെന്ന് വരുന്നത് അലവന്നി, അത് ലൊന്നിന്റെ മേലെടുത്തിട്ട് പറയുകയാണ്. ഇവിടെ ലൊന്നുണ്ട്. ഇവിടെ ആ ലൊന്നെടുത്തുകൊണ്ട് ഈ രണ്ട് ഖൗലിന്റെ മേലും ഈ ബഅദിനെടുക്കപ്പെടുന്നത് തഅല്ലുഖ് എന്ന ആശയത്തിൽ കൂടെയോ സുഖൂത്തി എന്ന ആശയത്തിൽ കൂടെ ഒരു വിചാരമുണ്ട്. ആ ലൊന്ന് പ്രകാരമാണ് ഇതൊക്കെ വരുന്നത്. അപ്പോ അലാ ഖൗലിൽ ബഅദ്, ബഅദ് എന്ന് പറയുന്ന ഖൗലിന്റെ മേലില് കുല്ലി എന്ന് പറയുന്നുണ്ട്, ബഅദ് എന്നും പറയുന്നുണ്ട്. ബഅദ് ആണ് എന്ന ഖൗല് പ്രകാരം മൗഅന്ന, ഒരുത്തൻ വിചാരിച്ചു, അന്ന ഗൈറഹു, നിശ്ചയമായിട്ടും അവനല്ലാത്തവൻ ലൻ യഫ്അൽ ചെയ്തിട്ടില്ല,
ഒരാൾ വിചാരിക്കൊരു മുക്കല്ലഫ് എന്ത് മറ്റൊരാൾ ഇത് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് ആണല്ലോ ഇവിടെ പറഞ്ഞു കിഫയും. അങ്ങനെ വന്നാൽ വജബ അലൈഹി, എന്നാൽ ഈ വിചാരിച്ചവന്റെ മേലിൽ നിർബന്ധമാണ് ആ കാര്യം ചെയ്യല്. ഒമല്ല, അങ്ങനെ വിചാരിക്കാത്തവൻ ഫലാ ചെയ്യ നിർബന്ധമില്ലാണ്. അല കൗലിൽ കുല്ലി, അല്ല ഫർള് കിഫ എന്ന് പറഞ്ഞ മുഴുവനുമാണ് എന്നൊരു കൗലുണ്ടല്ലോ. അങ്ങനെ വന്നാൽ അതനുസരിച്ച് മൗവന്ന ഒരുത്തൻ വിചാരിക്കുന്നു അന്ന വയറു അവനല്ലാത്ത മറ്റൊരുത്തൻ ഫഅലഹു അതവൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ സഖത്ത അൻഹു, എന്നാൽ ഈ വിചാരിച്ച ഈ വ്യക്തിയെ തൊട്ട് പോയി, അത് വീണുപോയി, ആ ഫർള് ഒഴിവായി. ഒമല്ല, അങ്ങനെ വിചാരിച്ചിട്ടില്ല എങ്കിൽ പല ഒഴിവാവുകയും ഇല്ല. ഇങ്ങനെയൊക്കെയാണ് ഈ ലൊന്ന് പ്രകാരമാണ് ഈ രണ്ട് കൗലും എടുക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറഞ്ഞത്. ഇനി ഇവിടെ ചർച്ച വേറൊന്നാണ്. ഏതായാലും ബഅദ് കുല്ലാണ്, അല്ലെങ്കിൽ ബഅദാണ് ഫർളിക്ക് ഇപ്പൊ ബഅദാണ് കുല്ലാണെന്ന് പറഞ്ഞ് അതിൽ തന്നെ മുഖ്താർ പ്രകാരം ബഅദ് മുബ്ഹമാണ്. തീല പറഞ്ഞ അള്ളാഹുവിനടുക്കൽ മുഅയ്യനാണ്. വേറെ തീല പറഞ്ഞത് ബഅദ് കൊണ്ട് നിന്ന് നിറവേറ്റുന്നവൻ ആരാണോ അതാണ് ബഅദ് എന്നൊക്കെ പറഞ്ഞു. എന്തോ ആവട്ടെ, ഈ ഫർള് കിഫയായ ബഅദ് ആയാലും വേണ്ടില്ല, കുല്ലായാലും വേണ്ടില്ല. വയതഅയ്യനു ഫർളുൽ കിഫായ, ഈ ഫർള് കിഫ വ്യക്തമാവുന്ന ഫർള് ഐനായി മാറും. എങ്ങനെ? ബിശ്ശുറൂഇ ഫീഹി, ആ ഫർള് കിഫയിൽ പ്രവേശിക്കുക. അപ്പൊ ഫർള് കിഫ നിറവേറ്റുവാൻ വേണ്ടി അതിൽ പ്രവേശനം ചെയ്തു. അങ്ങനെ പ്രവേശിക്കൽ കൊണ്ട് തന്നെ ഫർള് കിഫയ ഫർള് ഐനായിട്ട് ആ വ്യക്തി ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞാൽ ഫർള് കിഫ ഫർള് ഐനാവുന്ന രീതി എന്ന് ചോദിച്ചാൽ എന്താ? യസ്യുറുബിദാലിക, ആ ഫർള് കിഫയായ കാര്യത്തിൽ മുക്കല്ലഫ് പ്രവേശിക്കൽ കൊണ്ട് ആകും. എന്താകും? ഫർള് ഐൻ. ഫർള് കിഫയായ ആ ഒരു കാര്യം ഫർള് ഐനായിട്ട് വരും. ഫർള് ഐനാകും എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി വിശദീകരിക്കാം. ഇനി ഈ പറഞ്ഞ വാക്കുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിക്കുന്ന മിസ്ലഹു ഫി വുജൂബിൽ ഇത്മാമി, ഒരു ഫർളായ ഒരു കാര്യം എടുക്കുമ്പോൾ ആ ഫർള് ഐനായ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ അതിനെ പൂർത്തീകരിക്കൽ നിർബന്ധമല്ലേ? പൂർത്തീകരിക്കൽ നിർബന്ധമാവുക എന്ന വിഷയത്തിൽ ഫർള് ഐന് പോലെയാണ് ഫർള് ഐനായ ഒരു കാര്യം നിറവേറ്റുവാൻ വേണ്ടി ഒരു വ്യക്തി നിന്നാൽ അവന്റെ മേൽ ഫർളാകും എന്ന് പറഞ്ഞത്. ആ നിലപാടിന് ഫർള് ഐനാകും എന്നുള്ളൂ. അവിടെ അഭിപ്രായ ഭിന്നതയുണ്ട്. അലൽ അസ്വഹി, അസഹ് പ്രകാരമാണ് ഈ പറഞ്ഞത് തഈനാകും എന്ന് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ജാമിയിൽ ഫർളിയത്തി, ഫർള് ഐനും ഫർള് കിഫയും രണ്ടും ഫർളാവുക എന്നൊരു ജാമി രണ്ടിലുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ ഇത്മാം നിർബന്ധമാവുന്ന വിഷയത്തിൽ ഫർള് ഐനായി മാറും, അതുപോലെയാകുമെന്നാണ്. അസഖ് അങ്ങനെ പറയുമ്പോൾ അസഖിന്റെ മുഖാബല കേൾക്കണല്ലോ. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് ലാ യജിബു ഇത്മാമുഹു, ഫർള് കിഫയായ ഒരു കാര്യം നിറവേറ്റുവാൻ വേണ്ടി പ്രവേശിച്ചു എന്നതുകൊണ്ട് അത് പൂർത്തീകരിக்க നിർബന്ധമാകൂല എന്നാണ് അസഖിന്റെ മുഖാബല പറയുന്നത്. അപ്പൊ പിന്നെ ഇവിടെ വ്യത്യാസം മനസ്സിലാക്കണ്ടേ? വൽ ഫർഖു, വ്യത്യാസപ്പെടുന്നത് എന്താ? വ്യത്യാസമുള്ളത് ഇവിടെ അന്നൽ ഖസ്ദ ബിഹി ഉസൂലുഹു, ഫർള് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഉസൂലുഹു, ആ ഫർള് ഉണ്ടാവലാണ്. ഫിൽ ജുംലത്തി, ഫിൽ ജുംലയിൽ മൊത്തത്തിൽ ആ ഫർള് ഉണ്ടായാൽ മതി. അങ്ങനെ വരുമ്പോ പോലെ ഹുസൂലുഹു, ആ ഫർള് ഉണ്ടാവണം എന്നുള്ളത് വ്യക്തമാകൂല. മിമ്മൻ ശറഅ ഫീഹി, ആ ഫർള് നിറവേറ്റുവാൻ വേണ്ടി പ്രവേശിച്ചവൻ ആരംഭിച്ചു, അങ്ങനെ അതിൽ പ്രവേശിച്ചു, അങ്ങനെ പ്രവേശിച്ചവന്റെ ഭാഗത്തിൽ നിന്നത് ഉണ്ടാവണം എന്ന് വ്യക്തമല്ല. മൊത്തത്തിൽ ആരെങ്കിലും ചെയ്തുണ്ടായാൽ മതിയല്ലോ എന്നാണ്. അപ്പൊ പിന്നെ ഇവിടെ യജിബു ഇത്മാമു സ്വലാത്തിൽ ജനാസത്തി അലൽ അസഹ്, ഫർള് കിഫയായ ഒരു കർമ്മമാണല്ലോ മയ്യത്ത് നമസ്കാരം എന്നുള്ളത്. ആ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ഒരാൾ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം പൂർത്തീകരിക്കാൻ നിർബന്ധമാണ്. അലൽ അസ്വഹ്, അസ്വഹ് പ്രകാരം നിർബന്ധമാണ്. കമാ യജിബുൽ ഇസ്തിംറാറു ഫി സഫിൽ ഖിതാലി, ഇവിടെ നമുക്കൊരു ഉദാഹരണം പറയാനുള്ളത് ഖിതാൽ, യുദ്ധം ചെയ്യുക എന്നുള്ളത് ഫർള് കിഫയായ ഒരു കാര്യമാണ്. അങ്ങനെ യുദ്ധത്തിന് വേണ്ടിയുള്ള അണിയിൽ നിലകൃതിയായിരിക്കും നിർബന്ധമായതുപോലെ ജസ്മൻ, അത് തർക്കമൊന്നുമില്ല, ഉറപ്പാണ് അവിടെ നിൽക്കണം എന്നുള്ളത്. എന്നതുപോലെ തന്നെ മയ്യിത്ത് നിസ്കരിക്കുവാൻ വേണ്ടി പ്രവേശിച്ചാൽ അത് കഴിയുന്നത് വരെ അതിൽ നിലകൃതി ആവണം. അപ്പൊ അത് പൂർത്തീകരിക്കാൻ നിർബന്ധമാകും ഇതിലൂടെ ഖിയാസാക്കുമ്പോ. എന്തുകൊണ്ടാണ് ജസ്മൻ നൽകി തന്നെ അവിടെ ഇസ്തിംറാർ നിർബന്ധമാണ് യുദ്ധത്തിന്റെ അണിയിൽ എന്ന് പറയാൻ കാരണം? ലിമാബിൽ ഇൻസിറാബി അൻഹു, യുദ്ധത്തെയും വിട്ടുകൊണ്ട് തിരിഞ്ഞു പോകുന്നതിൽ ഉള്ള ഒരു കാരണത്തിന് വേണ്ടി. എന്താണ് തിരിഞ്ഞു പോകുന്നതിലുള്ളതായ ഒരു കാരണം പറയാനുള്ളത്? അത് മിൻ കെസിരി ഖുലൂബിൽ ജുന്ദി,
സേനകൾ മുഴുവനും ഒരുമിച്ചിരിക്കുകയും അതിൽ നിന്നൊരാൾ പിന്തിരിഞ്ഞു പോയാൽ സേനകളുടെ ഹൃദയത്തിൽ പൊട്ടൽ വരും. അത്തരം പൊട്ടലും ചീറ്റലും ഉണ്ടാകും. അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? പിരിഞ്ഞു പോവാതിരിക്കണം. അപ്പോൾ ഇസ്തിംറാർ നിർബന്ധമാണല്ലോ. എന്നതുപോലെ തന്നെ അസഹ് പ്രകാരം ജനാദ നിസ്കാരം പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് നിലകൃതിയായി പൂർത്തീകരിക്കാൻ നിർബന്ധമാകും. പിന്നെ ഒന്ന് വരാനുള്ളത് ഇവിടെ വേറൊരു ചോദ്യം, ഇന്നമാലം യജിബിൽ ഇസ്തിംറാറു ഫി തഅല്ലുമിൽ ഇൽമിന, ഇൽമ് പഠനം, അവർ ഇൽമിനെ പഠിക്കുക എന്ന കാര്യത്തിൽ ഇസ്തിംറാർ നിർബന്ധമില്ല. പഠിക്കണം, പക്ഷെ ഇസ്തിംറാർ നിർബന്ധമില്ല. ആർക്ക്? ലിമൻ ഒരുത്തന് ആനസർ റുസുദ് ഫീഹി, അവനിൽ എന്താണ്? ആ ഇൽമിന്റെ കാര്യത്തിൽ മിൻ നഫ്സി, അവന്റെ സ്വന്തം നഫ്സിന് തന്നെ ഒരു സന്മാർഗം അവനുണ്ട്. അപ്പൊ ആ സന്മാർഗം ഇൽമിന്റെ പഠന കാര്യത്തിൽ അവനക്ക് ഒരു നേരം പോക്കാക്കി പറ്റുന്ന രീതിയിലുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഇൽമു പഠിക്കല് എന്തില്ല? ആ ഇൽമു പഠിക്കുന്ന കാര്യം നിലനിർത്തിയാൽ നിർബന്ധമുണ്ടോ? ഇല്ല. ആവശ്യമുണ്ടെങ്കിൽ പഠിക്കലേ പഠിക്കണ്ട, അയാൾക്ക് തന്നെ സ്വന്തം നേടിയെടുക്കാൻ പറ്റുമോ സന്മാർഗ വഴികളൊക്കെ അയാൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ. അവിടെ ഇസ്തിംറാർ നിർബന്ധമില്ല. അസഹി, അസഹ് പ്രകാരം അവിടെ ഇസ്തിംറാർ നിർബന്ധമില്ല. കാരണം അന്നക്കുല്ല മസ്അലത്തിൻ, എല്ലാ ഓരോ മസ്അല എടുത്തു നോക്കുമ്പോ മത്ലൂബത്തും റൈസിഹ, ഓരോ മസ്അലും തനിച്ച് തന്നെ തേടപ്പെട്ടതാണ്. അപ്പൊ ഓരോന്നോരും മൈസ്കാരാകുമ്പോൾ അത് അതിന്റെ രീതി, ഇൽമിനെ പഠിക്കും മറ്റൊരു രീതി, ഇങ്ങനെ ഓരോന്നും അതിൻ്റെതായ ഓരോ മസ്അലക്കനുസരിച്ച് അതിൻ്റെതായ നിലപാടുണ്ട്. അതനുസരിച്ച് തേടപ്പെടുന്നതും മുൻഖത്തിഅത്തുൻ അൻ ഗൈരിഹ, അതല്ലാത്ത മറ്റൊരു മസ്അലയെ തൊട്ടെന്താണ് മുറിഞ്ഞു നിൽക്കുന്നതും ഇത് മാത്രമായി തേടപ്പെടുന്നതും വരും ഓരോ മസ്അലയും. അതിനനുസരിച്ചാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അതായത് ഇൽമ പഠിക്കുന്ന വിഷയത്തിൽ ഇസ്തിംറാർ നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം അതാണ്. ഒരു വിഷയം പഠിക്കുമ്പോൾ ആ ഒരു വിഷയത്തെ കുറിച്ച് മാത്രമേ അവിടെ ബന്ധം ഉണ്ടാവുള്ളൂ, മറ്റുള്ളതുമായി ഇത് ബന്ധം ഉണ്ടാവില്ല. ആ നിലക്കാണ്. നേരെ സലാത്തിൽ ജനാസത്തി, മയ്യിത്ത് നമസ്കാരത്തിന് എതിരായിട്ട് മൈസ്കാരം അങ്ങനെയല്ലല്ലോ, അതുമായി ഫുള്ളായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നല്ലേ. അപ്പൊ അതുകൊണ്ട് പൂർത്തീകരിക്കണം. ഇൽമു തോടുന്ന വിഷയം ഏതാ വേണ്ടി എടുത്താൽ മതിയല്ലോ, മറ്റേ വാദകല്ല. അതാണ് അവിടെ ഇസ്തിംറാർ വേണ്ടാന്നും ഇവിടെ ഇസ്തിംറാർ പറ്റും എന്ന് നിർബന്ധമായതും. ഇനി വമാദക്കറഹു, മുസന്നിഫ് അവർ പറഞ്ഞൊരു കാര്യം, മുസന്നിഫ് അങ്ങനെ പറഞ്ഞത് തബഅലി ഇബ്നു റിഫ്അ, ഇബ്നു റിഫ്അത്തിനോട് തുടർന്നതിന് വേണ്ടിയിട്ടാണ് മുസന്നിഫ് പറഞ്ഞത്. എവിടെ ഇബ്നു റിഫ്അത്ത് തങ്ങൾ പറഞ്ഞ ഫി മത്ലബി, മൂപ്പരുടെ മത്ലബ് എന്ന് പറഞ്ഞ കിതാബില്, മത്ലബ് എന്ന് പറഞ്ഞ കിതാബ് തന്നെ അത് എവിടെ പറഞ്ഞത്? ഫി ബാബിൽ വദിഅത്തി, വദിഅത്തിനെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ. സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കാൻ പറ്റിയ സമ്പത്തൊക്കെ സൂക്ഷിക്കാൻ കൊടുക്കുമല്ലോ, ഇങ്ങനെ സൂക്ഷിപ്പ് സ്വത്തായിട്ട് കൊടുക്കാൻ പറ്റുന്ന അധ്യായത്തിൽ പറയുന്ന ഭാഗത്തിലാണ് മത്ലബിലായിട്ട് ഇബ്നു റിഫ്അത്ത് പറഞ്ഞത്. എന്താ അവർ പറഞ്ഞത്? മിൻ അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, അല്ലെങ്കിൽ ആ വദിഅത്തിന്റെ കാര്യം, അന്നഹു യതഅയ്യനു ബിശ്ശുറൂഇ, പ്രവേശിക്കുക എന്നതുകൊണ്ട് തന്നെ തഅയ്യനാവും. അപ്പൊ ആ ഫറള്, അവിടെ ഫറള് കിഫ, മിൻ അന്നഹു എന്ന് പറഞ്ഞാൽ ആ വദിഅത്തിന്റെ അധ്യായത്തിൽ ഇവർ ഫറള് കിഫയാകുന്നത്. യതഅയ്യനു, അത് ഒരു വ്യക്തിക്ക് തന്നെ ബാധ്യതയായി നിൽക്കും. എങ്ങനെ? ബിശ്ശുറൂഇ, പ്രവേശിക്കൽ കൊണ്ട്. അലൽ അസഹ്, അസഹ് പ്രകാരം ബാധ്യതയാണ്. ഫറള് അതിനായിട്ട് വരും, അത് പ്രവേശിക്കൽ കൊണ്ട്. അതെങ്ങനെ? ബിൻ നളിരി ഇലൽ ഉസൂലി, അങ്ങനെ അത് വരാൻ കാരണം ബിൻ നളിരി ഇലൽ ഉസൂലി, ഉസൂലിലേക്ക് നോക്കൽ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഉസൂലിലേക്ക് നോക്കിക്കൊണ്ട് അസഹ് പ്രകാരം അടിസ്ഥാനപരമായി ചിന്തിക്കുമ്പോൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ബാധ്യതയായി മാറുന്നുണ്ട്, തടിക്ക് തന്നെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഇബ്നു റിഫ്അത്ത് മത്ലബിൽ പറഞ്ഞിട്ടുണ്ട്. മൂപ്പരോട് പിൻപറ്റിക്കൊണ്ടാണ് മുസന്നിഫ് അവർ പറഞ്ഞ ഈ വാക്ക് പറയുന്നത്. അങ്ങനെയുള്ള ആ കാര്യം അത് ഏറ്റവും അവിടെ ഇരുത്തുന്നതാണ്. ഞാൻ അപ്പുറം പോകേണ്ടതില്ല. എന്തിനേക്കാൾ ബാരിസിയോ, ബാരിസി ഇമാം പറഞ്ഞതിനേക്കാൾ അത് ഇതാണ് ഏറ്റവും യോജിപ്പും അവിടെ അവസാനിപ്പിക്കേണ്ടതും ഈ പറഞ്ഞതാണ്. എന്താ ബാരിസി ഇമാം പറഞ്ഞത്? തെമ്മീസ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. തെമ്മീസ് എന്ന കിതാബിൽ ബാരിസ് എന്നവർ പറഞ്ഞത് എങ്ങനെയാ? തബഅലിൽ ഗസാലി, ഇമാം ഗസാലി തങ്ങളോട് തുടർന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്താ ഇമാം ഗസാലി തങ്ങൾ പറയുന്നത്? മിൻ അന്നഹു ലാ യതഅയ്യനു ബിശ്ശുറൂഇ അലൽ അസഹി, അസഹ് പ്രകാരം ഫർള് കിഫയായ സാമൂഹ്യ ബാധ്യതയുള്ള ഒരു കാര്യം നിറവേറ്റുവാൻ വേണ്ടി പ്രവേശിക്കൽ കൊണ്ട്
ആ പ്രവേശിക്കുന്ന ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്കത് ബാധ്യതയായി നിൽക്കൂല എന്നാ പറഞ്ഞത്. ഏത് വെച്ച് ഇല്ലൽ ജിഹാദു വസലാത്തുൽ ജനാസ, മയ്യത്ത് നമസ്കാരവും യുദ്ധവും ഒഴിച്ച് അത് ബാധ്യതയായി നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈങ്കാന ബിൻ നദരി ഇൽ ഫുറൂഇ, ശാഖകളിലേക്ക് നോക്കുമ്പോൾ അസ് നോക്കിയിട്ടല്ല, ശാഖകളിലേക്ക് നോക്കൽ കൊണ്ടാണ് ഈ വിഷയം. അങ്ങനെ ശാഖയിലേക്ക് നോക്കുമ്പോൾ അൽബത്ത അത് ഏറ്റവും ക്ലിപ്തമാണെന്ന് വെച്ചോളി. എന്നിരുന്നാലും ജിഹാദ് ഫർളിൽ കിഫായപ്പെട്ട ഒരു ശാഖയാണ്. സലാത്തുൽ ജനാസത്ത് എന്ന് പറഞ്ഞതോ ഫർളിൽ കിഫായപ്പെട്ട മറ്റൊരു ശാഖയാണ്. ഇത്തരം ശാഖകളെ കൊണ്ട് നോക്കുമ്പോൾ എന്താണ് അത് ഏറ്റവും ക്ലിപ്തമാണ് പറഞ്ഞത്. എന്നാൽ പോലും അസഖ് പ്രകാരം ഫർള് കിഫായായ ഒരു കാര്യം നിറവേറ്റുവാൻ വേണ്ടി പ്രവേശിക്കുമ്പോൾ ആ പ്രവേശ വ്യക്തിക്ക് അത് വ്യക്തമാകൂല, അതൊരു ബാധ്യതയായി നിൽക്കൂല എന്ന് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ വാക്കിനോട് തുടർന്നിട്ടാണ് തെമ്മീസിൽ ബാരിദ് എന്നവർ പറഞ്ഞത്. മൂപ്പർ ഈ പറഞ്ഞ കാര്യത്തിനേക്കാൾ ഏറ്റവും മക്കാതും ഇരുത്താൻ പറ്റുന്നതും ഇബ്നു റിഫ്അത്ത് തങ്ങൾ മത്ലബിൽ പറഞ്ഞ ആ ഒരു കാര്യമാണ്. അതിനോട് തുടർന്നിട്ടാണ് മുസന്നിഫ് പറഞ്ഞത്. അതുകൊണ്ടാണ് മുസന്നിഫ് അവറുകൾ ഇവിടെ എന്ത് പറഞ്ഞു, വയത്ത അയ്യൊരു ബിശ്ശുറൂഇ അലൽ അസ്ഹി എന്ന് കൊണ്ടുവന്നത്. ഇനി ഫർള് കിഫായയുമായുള്ള ബന്ധങ്ങൾ കഴിഞ്ഞു, ചർച്ച കഴിഞ്ഞു. ഇനി സുന്നത്ത് കിഫായ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. സുന്നത്തുൽ കിഫായത്തി, സുന്നത്ത് കിഫയാകുന്നത് എന്ന് പറഞ്ഞാൽ അൽ മുൻഖസിമു ഇലൈക വ ഇലാ സുന്നത്തിൽ ഐനി, സുന്നത്ത് കിഫയിലേക്കും സുന്നത്ത് ഐനിലേക്കും ഐനിലേക്കും ഓരിയാകുന്നത്. എന്ത്? മുത്തലഖു സുന്ന. വെറും ഒരു സുന്നത്ത് എന്ന് പറയുമ്പോൾ ആ മുത്തലഖു സുന്നത്ത് സുന്നത്ത് ഐനിലേക്കും പോകുന്നുണ്ട്, സുന്നത്ത് കിഫയിലേക്കും പോകുന്നു. മുത്തലഖ് സുന്ന എന്ന് പറയുമ്പോൾ അൽ മുതഖദ്ദിമു ഹദ്ദുഹു, മുത്തലഖ് സുന്നത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ തൈര് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പറഞ്ഞ മുത്തലഖ് സുന്നത്ത് ഇവിടെ സുന്നത്ത് ഐനിലേക്കും സുന്നത്ത് കിഫയിലേക്കും ഓരിയാകുന്നുണ്ട്. അങ്ങനെ ഓരിയായി വരുന്നു. അതിൽപ്പെട്ടതാണ് സുന്നത്ത് കിഫ. ആ സുന്നത്ത് കിഫ ഏതുപോലെ ചോദിച്ചാൽ ഫർളിഹ, ആ സുന്നത്ത് ആ കിഫായുടെ ഫർള് പോലെ തന്നെ ഫർള് കിഫ പോലെ തന്നെയാണ്. എന്ത് വിഷയത്തിൽ? ഫീമാ തഖദ്ദമ, ഫർള് കിഫയെ കുറിച്ച് എന്തെല്ലാമാണോ പറഞ്ഞതെങ്കിൽ ആ വിഷയത്തിലൊക്കെ സുന്നത്ത് കിഫയും ഫർള് കിഫ പോലെയാണ്. വഹുവ ഉമൂറൻ, ഫർള് കിഫയെ കുറിച്ച് മുമ്പ് പറഞ്ഞെന്ന് പറയുമ്പോൾ അത് പല കാര്യങ്ങളുമുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് ശറയിലൂടെ അങ്ങ് വിശദീകരിക്കാം. അഹദുഹ, ഒന്നാമതായി പറയാനുള്ളത്, അന്നഹ, നിശ്ചയമായിട്ടും ഈ സുന്നത്ത് കിഫായ മിൻ ഹൈസു തമയ്യിസു അൻ സുന്നത്തുൽ ഐനി, സുന്നത്തുൽ ഐനെ തൊട്ട് വകതിരിഞ്ഞു നിൽക്കണം എന്ന ഐസത്തിൽ കൂടെ സുന്നത്ത് കിഫ മുഹിമ്മുൻ, അത് മുഖ്യമായ ഒരു മസ്അല തന്നെയാണ്. എങ്ങനത്തെ മുഖ്യമായെന്ന് ചോദിച്ചാൽ യുഖ്സദു യുസൂലു, ആ സുന്നത്ത് കിഫ ഉണ്ടാവാൻ കരുതപ്പെടുന്നു. മിൻ ഗൈരി നദിറിൻ ബിദ്ദാത്തി ഇലാ ഫാഇലിഹി, ആ സുന്നത്ത് കിഫായെ ആരാണ് പ്രവർത്തിച്ചത് എന്നതിലേക്ക് യഥാർത്ഥത്തിൽ നോക്കുന്നേ ഇല്ല. നോക്കുന്നത് മാത്രമാണ് ഫീലിലേക്കാണ്. ആ ഫീൽ ഉണ്ടായിട്ടുണ്ടോ അല്ലേ? അപ്പൊ ആ ഫീൽ ഉണ്ടാവലാണ് ഇവിടെ മഖ്സൂദ് ബിദ്ദാത്ത് നിലക്ക്. പിന്നെ ഫായിലേക്ക് നോക്കുന്നത് ബിത്തബാണ്. കാരണം ഫീൽ ഉണ്ടാണ്, ഫായിൽ വേണ്ടേ. അപ്പൊ ബിദ്ദാത്ത് നിലക്ക് ഫീലിലേക്കും ബിത്തബായിട്ട് ഫായിലേക്കുമാണ്. ഈ രീതിയിൽ ഉണ്ടാവണം സുന്നത്ത് കിഫ എന്നുള്ളതാണ് സുന്നത്ത് ഐനെ തൊട്ട് തെമ്മീസ് എന്ന ഐസത്തിൽ കൂടെ ഫർള് കിഫ മുഖ്യമായി എന്ന് പറയുന്നത്. ഇതേ വാതിൽ തന്നെയാണ് ഫർള് കിഫയെ പറ്റി പറഞ്ഞത്. എന്താണ് സുന്നത്ത് കിഫായ്ക്കുള്ള ഉദാഹരണം പറയാനുള്ളത്? ഇസ്ലാമി, സലാമിനെ തുടങ്ങും പോലെ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു സംഘം, സംഘത്തിൽപ്പെട്ടതായ ഒരാള് മറ്റൊരു സലാം പറയുന്നു. അപ്പൊ എല്ലാവരും പറയേണ്ടതായ ആ സുന്നത്ത് കിഫയായ സലാം ഒരാൾ തുടങ്ങിയാൽ അത് കിട്ടുമല്ലോ. അപ്പൊ അതുണ്ടാകും പോലെ തസ്മീത്തുൽ ആതിസി, 2 പേര് 3 പേര് സഞ്ചരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്നാൾ പറയുമ്പോൾ ഇർഹമക്കുല്ലാഹ് എന്ന് പറയണം, സുന്നത്ത് കിഫയാണ്. അതുപോലെ തന്നെ തസ്മിയത്തി, ബിസ്മി ചെല്ലുമ്പോൾ അലിലക്കി, തിന്നാൻ വേണ്ടി, മിൻ ജിഹത്തി ജമാഅത്തിൻ ഫി സലാത്തി, ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങളിലായി സംഘടിക്കുക എന്ന ഭാഗത്തിൽ കൂടെ തന്നെയാണ് ഈ പറഞ്ഞ സുന്നത്ത് കിഫ. ഇത്തരം ഒരു സുന്നത്ത കിഫയായ കാര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നാണ് നോക്കുക. ചെയ്ത ആളോടെ വേണത് വേറെ വിഷയം. മസൽ ഇതൊരു ഉദാഹരണമായി പറഞ്ഞു, ഇത് അല്ലാത്ത പലതും ആവാം. അപ്പൊ ഒന്ന് കഴിഞ്ഞു, ഫർള് കിഫയെ പോലെ തന്നെ എന്നല്ലേ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു അഭിപ്രായം,
സാനീക കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം അന്നഹ അഫ്ളലു മിൻ സുന്നത്തിൽ ഐനി, സുന്നത്ത് കിഫയാകുന്നത് സുന്നത്ത് ഐനിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. ഇന്ദൽ ഉസ്താദ് അമൻ ദുക്കിറ മഅഹു, ഉസ്താദിന്റെ അടുക്കലും ഉസ്താദിന്റെ കൂടെ പറയപ്പെട്ട മറ്റുള്ള പണ്ഡിതന്മാരും അവിടെയുണ്ട്. ഫർദ് കിഫ പറഞ്ഞ പോലെ തന്നെ അതും ഇവിടേക്ക് ബാധകമാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഫർദ് അല്ല, സുന്നത്ത് കിഫ സുന്നത്ത് ഐനിനേക്കാൾ അഫ്ളലായത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ സുഖൂത്തി ത്വലബി ബിഖിയാമിൽ ബഅലി ബിഹ, സുന്നത്ത് കിഫ കൊണ്ട് ബഅല് നിറവേറ്റുക എന്നതുകൊണ്ടൊരു തേട്ടം നിറവേറ്റത് കൊണ്ട് തേട്ടം ഒഴിവായി പോയി. ആരെ തൊട്ട്? അനിൽ കുല്ലി അൽ മത്ലൂബീന ബിഹ, ആ സുന്നത്തായ ഗിഫ കൊണ്ട് സുന്നത്ത് ഗിഫ കൊണ്ട് തേടപ്പെട്ട എല്ലാ മുക്കല്ലഫീങ്ങളെ തൊട്ടും ബഅദ് മുക്കല്ലഫ് ആ സുന്നത്ത് ഗിഫ നിറവേറ്റുമ്പോ എല്ലാവരെ തൊട്ടും ചെയ്യണമെന്നുള്ള ത്വരം ഒഴിവായി പോയി. അങ്ങനെ വരുമ്പോൾ സുന്നത്ത് അതിനേക്കാളുള്ള അഫ്ളൽ സുന്നത്ത് ഗിഫയല്ലേ, സുന്നത്ത് അതിന് അങ്ങനെയല്ലല്ലോ എന്നാണ് രണ്ടാമത്തെ കാര്യം. ഇത് തന്നെയാണ് ഫർദ് കിഫയിലുണ്ടായത്. സാലിസുക, മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് അന്നഹ, സുന്നത്ത് കിഫയാകുന്നത് മത്ലൂബത്തു മിനൽ കുല്ലി, അത് എല്ലാവരുടെ ഭാഗത്തും തേടപ്പെട്ട് തന്നെയാണല്ലോ, എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാ. ഇന്ദൽ ജംഹൂരി, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അടുക്കലും ഉള്ളത് അങ്ങനെയാണ്. വക്കീല, അവിടെ പറയപ്പെട്ടിട്ടുള്ളത് മിൻ ബഅലിൻ, അത് ബഅലി മുബ്ഹമിൻ, മുബ്ഹമായ ബഅലിൽ നിന്നാണ് തേടപ്പെട്ടിട്ടുള്ളത് എന്നാണ്. വഹുവൽ മുഖ്താറു, അതാണ് മുഖ്താറും. ഇങ്ങനെ അഭിപ്രായം. വക്കീല, ഇനി വേറൊരു അഭിപ്രായം അവിടെ തന്നെ ഉണ്ട്. മുഅയ്യനിൻ ഇൻദല്ലാഹി തആല, അല്ലാഹുവിന്റെ അടുക്കൽ മുഅയ്യനായ ബഅലിൽ നിന്ന് തേടപ്പെട്ടത് എന്നുമുണ്ട്. യസ്ഖുദു തലബു ഫിഇലിഹി വഫിഇലി ഗൈരിഹി, അങ്ങനെ മുഅയ്യനായ ബഅല് കൊണ്ടും അല്ലാത്ത ബഅലും മുഅയ്യനായ ബഅലും ഇവ രണ്ടും പ്രവർത്തിക്കൽ കൊണ്ട് തന്നെ അത് ചെയ്യണമെന്നുള്ള തൊലവ് അവിടെ വീടിപ്പോകും. വക്കീല, ഇനി അവിടെ ഒരു കീല വേറെയും കൂടി ഉണ്ട്. മിൻ ബഅലിൻ ഖാമ ബിഹ, ആ സുന്നത്ത് കിഫ കൊണ്ട് നിന്നവൻ ആരാണോ ആ ബഅലിൽ നിന്നാണ് ആ കാര്യം നിറവേറ്റണമെന്ന് തേടിയിട്ടുള്ളത്. ഏതായാലും മൂന്നാമത്തെ കാര്യത്തിലെ ഖിലാഫും മൂന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫർദ് കിഫയിൽ ഉണ്ടാവുന്ന നാലാമത്തെ കാര്യം പോലെ ഇവിടെയും ബാധകമാവണല്ലോ. നാലാമത്തതായി പറയാനുള്ള കാര്യം അന്നഹ, നിശ്ചയമാണ് സുന്നത്ത് കിഫ തതഅയ്യനു ബിശ്റുഇ ഫീഹ, സുന്നത്ത് കിഫയിൽ പ്രവേശിക്കൽ കൊണ്ട് സുന്നത്ത് കിഫ സുന്നത്ത് ഐനായി മാറുന്നു. അത് ആ വ്യക്തി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ തസ്സീറു ബിഹി, ആ സുന്നത്ത് കിഫയെ നിറവേറ്റണം എന്നതുകൊണ്ട് തന്നെ അതിൽ പ്രവേശിക്കൽ കൊണ്ട് സുന്നത്ത് കിഫയാകും. ഐന, സുന്നത്ത് ഐനിൻ, ഐനായ, അപ്പൊ സുന്നത്ത് ഐനായി മാറും, ഒരു തടി ചെയ്യേണ്ട സുന്നത്തായിട്ട് നിൽക്കും. ഇനി മിസിലുക, അത് സുന്നത്ത് എന്ന് പറയുമ്പോൾ സുന്നത്ത് ഐന് പോലെന്നാണ്. എന്ത് വിഷയത്തിൽ? ഫീ തഅക്കുൽ ത്വലബിൽ ഇത്തിമാമി, പൂർത്തിയാക്കി വീട്ടിലെ തേടൽ ശക്തിയാണെന്ന വിഷയത്തിൽ ഫർദ് ഐൻ അങ്ങനെ തന്നെയല്ല. ആ ഒരു വിഷയത്തിൽ ഫർദ് ഐന് പോലെയാണ് പ്രവേശിക്കുമ്പോൾ സുന്നത്ത് ഐനാവുക. അലൽ അസഹി, അസഹ് പ്രകാരം അങ്ങനെയാണ്. അതാണ് സുന്നത്തുൽ കിഫായത്തി, സുന്നത്ത് കിഫയാകുന്നത് കഫർളിഹ, ഫർദ് കിഫ പോലെയാണ് എന്ന് പറയുമ്പോൾ ഈ നാല് കാര്യം ഇവിടേക്കും അവിടേക്കും ബാധകമാണ്. അപ്പോൾ ഫർദ് കിഫയെ കുറിച്ചും സുന്നത്ത് കിഫയെ കുറിച്ചുമുള്ള ചർച്ച അവസാനിക്കുന്നു. ഇനി മറ്റൊരു മസ്അലയുമായിട്ട് പ്രവേശിക്കട്ടെ. മസ്അലത്തുൻ, ഇതൊരു മസ്അലയാണ്. അൽ അക്സറു, അധിക പേരും എന്നവർ, അധിക പേരെന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നെല്ലാം, മിനൽ ഫുഖഹായി, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ നിന്നും, ഒമിനൽ മുത്തകല്ലിമീന, തർക്കശാസ്ത്രം സംസാരിക്കുന്ന പണ്ഡിതന്മാരിൽപ്പെട്ട് ഉള്ള അധിക പേരും എന്തിന്റെ മേലാണ് നിൽക്കുന്നത്? അല അന്ന ജമിയ വഖ്തുൽ ളുഹരി, നിശ്ചയമായിട്ടും ളുഹറി എന്ന് പറയുന്ന നമസ്കാരത്തിന്റെ മുഴു സമയവും ജവാസിനാൽ, ആ മുഴു സമയവും ജവാസിനാൽ, വനഹ്വിഹി, ളുഹർ പോലെയുള്ള നമസ്കാരത്തിന്റെയൊക്കെ ജവാസിനാലുള്ള മുഴുവൻ സമയവും, നഹ്വിഹി എന്ന് പറയുമ്പോൾ നഹ്വിൽ ളുഹരി, ളുഹർ പോലെ എന്ന് പറയുമ്പോൾ ഏതാണ്? പതുക്കബാക്കി സ്വലവാത്തുൽ ഖംസ്, മറ്റ് 5 നമസ്കാരങ്ങൾ പോലെ അവളൊക്കെ സമയം മുഴുക്കയും ജവാസ് എന്ന നിലപാട്. അപ്പൊ ജവാസിനാൽ സമയം മുഴുക്കനും വഖത്തുല്ലി അദായിഹി, അത് ആ ഏതൊരു കർമ്മമാണ്, ഏതൊരു നിസ്കാരമാണ് എങ്കിൽ ആ ഒരു ഫർള് വീട്ടാനുള്ള അദാഇന്റെ ടൈം തന്നെയാണ്, ഖളാന്റെ ടൈം അല്ല. അങ്ങനെ വരുമ്പോ ഫഫി അയ്യി ജുസ്ഇൻ മിൻഹു, ആ ഒരു കർമ്മത്തിന്റെ ഏതെങ്കിലും സമയത്തിന്റെ ഏതെങ്കിലും ഒരു
ഭാഗത്തിൽ ഒരൽപ്പത്തിൽ ഊക്കിയ ആ കർമ്മത്തെ സംഭവിപ്പിക്കപ്പെട്ടു എങ്കിൽ ഫഖദ് ഊക്കിയ ആ സംഭവത്തെ ഉണ്ടാക്കവന് സംഭവിപ്പിക്കപ്പെട്ടത് അവർ കർമ്മത്തെ വാക്കിയാക്കിയിട്ടും സംഭവിപ്പിക്കപ്പെട്ടതും എവിടെയാ ഫീ വഖ്തി അദാഹി ആ ഒരു കർമ്മത്തിന്റെ വീട്ടുന്ന സമയത്ത് തന്നെയാണ്. അല്ലതി എങ്ങനത്തതായ സമയം യസ്ഉഹു അവർ കർമ്മം ചെയ്യുവാനും വയറുഹു അതല്ലാത്തതിനും ഈ സമയം വിശാലമാണ്. ഇതും ഇതല്ലാതും ചെയ്യാൻ വിശാലമായി നിൽക്കുന്നൊരു ടൈം. അങ്ങനത്തെ അതാതിന്റെ ടൈമിലാണ് ആ ഒരു കർമ്മത്തിന്റെ എതിറ്റുള്ള സംഭവിച്ചിട്ടുള്ളത് എന്നാണ്. അതാണ് അതിന് വീട്ടാനുള്ള സമയമാണ് ജവാസിനാൽ മുഴു സമയം എന്ന് പറയുന്നത്. വലിദാലിക അതുകൊണ്ട് തന്നെയാണ് യുറഫു ഈ പറയുന്ന വീട്ടപ്പെടുന്ന ആ ഒരു കർമ്മത്തിന് പേര് ബിൽ വാജിബിൽ മുവസ്സ സമയവിശാലതയുള്ള വാജിബ് എന്ന് അതിന് പറയപ്പെടും. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള ജവാദൻ എന്ന് മുസന്നിഫ് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഖൗലുഹു ജവാദൻ, ജവാദൻ എന്ന് പറഞ്ഞ വാക്ക് റാജ്യവുൻ ഇലൽ വഖ്തി അത് വഖത്തിലേക്കാണ് മടങ്ങുന്നത്. ജവാദ് എന്തിനാൽ ആ വഖത്ത് എന്തിനാലാണ് ജവാദിനാൽ ആ വഖത്തിലേക്കാണ് ജവാദിന്റെ മടക്കം. അങ്ങനെ മുസന്നിഫ് പറഞ്ഞത് എന്തിനാണ് അപ്പോ ലി വയാനി അന്നൽ കലാമ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംസാരം ഫീ വഖത്തിൽ ജവാദി ജവാദിന്റെ സമയത്തിലാണ് എന്ന് ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ലാവി സായിദി അലൈഹി ജവാദിന്റെ സമയത്തിനേക്കാൾ കൂടുതലുള്ളതിലാണ് എന്നല്ല. അയലൻ വീണ്ടും അതെന്തിനാലാണ് ഈ വഖത്തിൽ ലറൂറത്തെ ലറൂറത്തിന്റെ സമയമാണത്. അത്തരമൊരു സമയമല്ല ഇവിടെ ചർച്ച. ജവാദിന്റെ സമയത്തിലാണ് ചർച്ച എന്ന് അറിയിക്കാനാണ് ജവാദ് എന്ന് കൊടുത്തത്. വൈങ്കാരൽ ഫിഇലു ഫീഹി ലറൂറത്തിന്റെ സമയത്തിൽ ചെയ്യപ്പെടുന്ന കർമ്മം അദാ അൻ ബി ശർത്തിഹി അത് അതിന്റെ നിബന്ധന പ്രകാരം അതേ സമയത്തിൽ റക്കാത്ത് കിട്ടുക എന്നതാണല്ലോ. ചുരുങ്ങിയതല്ല റക്കാത്ത് കിട്ടണം, അതാണ് ഷർത്ത്. ആ ഷർത്ത് പ്രകാരം ആ ലറൂറത്തായ സമയത്തിൽ കിട്ടിയാലും അത് അതാണ്. അങ്ങനെ അതാണെങ്കിൽ പോലും അത്തരമൊരു ലറൂറത്തായ സമയത്തെ കുറിച്ചല്ല അവിടെ ചർച്ച. ജവാസ് വഖ്തുൽ ജവാസിലാണ് ചർച്ച എന്നറിയിക്കാനാണ്. അപ്പോ ആ സമയം മുഴുക്കൻ ജവാസ് ആണെങ്കിൽ ആ സമയം മുഴുക്കനും അത് വീട്ടാനുള്ള ടൈമാണെന്ന് വരുമ്പോ വല യജിബു അലൽ മുഅഖിരി പിന്തിക്കുന്നവന്റെ മേലിൽ നിർബന്ധമാവൂല. അതായത് ഐ മുരീദി തഖീരി അൻ അവ്വൽ വഖത്തി ഇപ്പൊ നോറിസ്കാരമാണെങ്കിൽ അതിന്റെ അവ്വൽ വക്തിനെയും വിട്ടിട്ട് പിന്തിപ്പിക്കുക. അങ്ങനെ പിന്തിക്കാൻ ഉദ്ദേശിക്കുന്നവന്റെ മേൽ നിർബന്ധമില്ല. എന്ത് അൽ അസ്മു ഫീഹി ആ അവ്വൽ വഖത്തിൽ തന്നെ ആ എന്താണ് ഉറപ്പിക്കുക. അലൽ ഫീലി ഒരു കർമ്മത്തിന്റെ മേൽ ബഅദു ഈ അവ്വൽ വഖ്ത് കഴിഞ്ഞിട്ട് ഫിൽ വഖത്തി സമയത്തിൽ ചെയ്യും. അപ്പൊ ആദ്യ ടൈമിൽ ചെയ്യുന്നില്ല, ആദ്യ ടൈം ഒന്ന് വിട്ട് പിന്തിപ്പിക്കുകയാണ്. അങ്ങനെ പിന്തിപ്പിക്കുമ്പോ ഈ ആദ്യ ടൈം കഴിഞ്ഞിട്ടുള്ള സമയത്തിൽ ഇത് ഞാൻ പ്രവർത്തിക്കും എന്നുള്ള ഒരു അസ്മ് ആദ്യ ടൈമിൽ തന്നെ നിർബന്ധമുണ്ടോ? ഇല്ല. ഖിലാഫൻ ലി ഖൗമിൻ ഒരു വിഭാഗം ആളുകൾക്ക് എതിരായിട്ട് ഓല് വേണം ആദ്യ അവ്വൽ വഖ്ത് തന്നെ അസ്മ് ചെയ്യണമെന്ന് ഓല് പറയുന്നത്. ഈ ഖൗം ആരെപ്പോലെ ചില്ലറക്കാരല്ല പറയും. കൽ ഖാലി അബീബക്കർ ബാഖില്ലാനി മിനൽ മുതകല്ലിമീന തർക്കശാസ്ത്രവുമായി ശാസ്ത്രത്തിൽ വിജ്ഞാന പടുക്കളായ ഖാലി അബൂബക്കർ ബാഖില്ലാനെ പോലെയും ഓ വൈരിഹി അതല്ലാത്തവരെ പോലെയും ഖാലി അബൂബക്കർ ബാഖില്ലാനി അല്ലാത്തവരും ഓല് പറയുന്നത് ഈ ഖൗലും അവിടെ വാക്കിൽ ബി വുജൂബിൽ അസ്മി അവ്വൽ വഖത്തിൽ തന്നെ അസ്മ് നിർബന്ധമാണ് എന്നവർ പറഞ്ഞത്. ആ വാക്കെന്ന് മനസ്സിലാവുന്നവർക്കെതിരാണ്. എന്തിനാണത്? ലിയതമയ്യസ ബിഹിൽ വാജിബുൽ മുവസ്സൽ മന്ദൂബി ഫി ജവാസ് തർക്കി. അപ്പോ അസ്മ് വാജിബാണെന്ന് പറയാൻ കാരണം ആ ഒരു അസ്മ് കൊണ്ട് വക തിരിഞ്ഞു കിട്ടണം. എന്ത് വക തിരിഞ്ഞു കിട്ടണം? അൽ വാജിബുൽ മുവസ്സഉ മുവസ്സആയ അതായത് എടുക്കാൻ പറ്റുന്ന അതും അതല്ലാത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന വിശാലമുള്ള സമയം. അത്തരം ഒരു നിർബന്ധമായ ഒരു സമയം വക തിരിഞ്ഞു കിട്ടണമെങ്കിൽ ഈ അസ്മ് നടക്കണം. എന്തിനെ തൊട്ട് വക തിരിയണം? അനിൽ മന്ദൂബി മന്ദൂബല്ല ഇത്. അപ്പൊ മന്ദൂബിനെ തൊട്ട് വേർതിരിയണം. എന്ത് വിഷയത്തിൽ? മന്ദൂബി ജവാസ് തർക്കി ആ മന്ദൂബ് തന്നെ ഉപേക്ഷിക്കൽ എന്താണ്? ജവാസാണ്. അപ്പൊ മന്ദൂബിനെ ഉപേക്ഷിക്കൽ ജവാസാണ് എന്ന നിലയിൽ തന്നെ മന്ദൂബിനെയും തൊട്ടുകൊണ്ട് മുവസ്സ ആയ ഒരു വാജിബാണ് ഇത്. അത് വക തിരിഞ്ഞു കിട്ടണമെങ്കിൽ
അവല് വക്തിൽ തന്നെ പിന്നീട് ചെയ്യും, ആ സമയം കഴിയുന്നതിന് മുമ്പായിട്ട് ഇത് ചെയ്യും എന്നൊരു സംഗതി അസ്മ ചെയ്യണം എന്നാണ് ആ ഖൗം പറഞ്ഞിട്ടത്. അതുകൊണ്ടാണ് ഖിലാഫുൽ ഖൗമീൻ എടുത്തത് ഇവിടെ. എങ്കിൽ അതിന് മറുപടി കൊടുക്കണമോ? ഉജീബ, മറുപടി നൽകപ്പെട്ടു. നിങ്ങൾ ഈ പറയുന്നത് പോലെ തെമ്മീസിനാണോ അസ്മി എങ്കിൽ നമുക്കവിടെ പറയാനുള്ളത് ബിഉസൂലി തെമ്മീസ് ബി ഗൈരിഹി, അസ്മി ഇല്ലാതെ തന്നെ തെമ്മീസ് കിട്ടുമല്ലോ. അതെന്താ അസ്മ അല്ലാത്തത്? അത് അന്ന തഖീറൽ വാജിബി അൽ വഖതി, സമയത്തെയും തൊട്ട് വാജിബിനെ പിന്തിക്കുക എന്നുള്ളത് എന്താക്കുന്നറിയാമോ? യുസിമു, അത് കുറ്റത്തിൽ അകപ്പെടുത്തും എന്നുള്ളത് തന്നെ മതിയല്ലോ, പിന്നെന്തിനാ അസ്മ്? അതിന് മറുപടിയും പറഞ്ഞു കഴിഞ്ഞു. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, വഖ്തു അദാഇഹി, അതിന്റെ അദാ ആയ ടൈം അൽ അവ്വല് തന്നെയാണ്. അപ്പൊ ആദ്യ വഖ്ത് തന്നെയാണ് അതിന്റെ അദാഇന്റെ ടൈം. മിനൽ വഖ്തി, വഖ്തിൽ നിന്ന് ആദ്യത്തെ ടൈം തന്നെയാണ്. എന്താ കാരണം? ഈ വുജൂബിൽ ഫിഇലി, പ്രവർത്തിക്കൽ നിർബന്ധമായതിന് വേണ്ടി. എന്തുകൊണ്ട്? ഈ ദുഖൂലുൽ വഖ്തി, സമയം അവിടെ വന്നാൽ ആ സമയം പ്രവേശിക്കുക എന്നതുകൊണ്ട് തന്നെ ആ ഫീൽ വുജൂബായില്ലേ. അപ്പൊ ആ ഫീൽ വുജൂബായതിന് വേണ്ടി ആ സമയത്തിന്റെ ആദ്യ സമയം ഏതാണോ അതാണ് അതാതിന്റെ ടൈം എന്നാണ് തീലമായിരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതോ അങ്ങനെയല്ല. പിന്നെന്താണ്? അതിന്റെ മുഴുക്ക സമയം ആദ്യം നടുവിടുന്നവിടല്ല, തീല ആദ്യം പിടിച്ചേ. ഈ തീല പറഞ്ഞ പ്രകാരം അവല് വക്തിനെയും വിട്ട് പിന്തിപ്പിക്കപ്പെട്ടു ആ കർമ്മത്തെ എങ്കിൽ ആ കർമ്മത്തെ പറ്റി എന്താ പറയാനുള്ളത്? ഫഖലാഉൻ, പിന്നീട് അവല് വക്ത് കഴിഞ്ഞിട്ട് ചെയ്ത പ്രവൃത്തി ഖലാ ആണ് എന്നാണ് തീല. വഇൻ ഫഅല അല്ലെങ്കിൽ ഫുഇല ഫിൽ വഖതി, വഇൻ ഫുഇല ഫിൽ വഖതി, സമയത്തിൽ തന്നെ, അല്ലെങ്കിൽ വഇൻ ഫഅല പ്രവർത്തിച്ചാലും ഫിൽ വഖതി, സമയത്തിൽ തന്നെ പ്രവർത്തിച്ചാലും ശരി ഖലാ ആണ്. ആദ്യ ടൈമിനെയും തൊട്ട് പിന്തിക്കുക എന്നതുകൊണ്ട് അവൻ കുറ്റക്കാരനായി മാറുന്നുണ്ട്. അങ്ങനെ കുറ്റക്കാരനായി മാറുക എന്നുള്ള സംഗതി ഇവിടെ ഉണ്ട്. അതുണ്ടായത് കൊണ്ടാണ് ടൈം തന്നെ പ്രവർത്തിച്ചാലും ആദ്യ ടൈം കഴിഞ്ഞിട്ട് ചെയ്താൽ ഖലാ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ആര് പറഞ്ഞു? കമാ നഖൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അൻബാലിയും പണ്ഡിതമായ ചില ആൾക്കാരെ തൊട്ട് പറയല്ല, ഉദ്ധരിച്ചിട്ടുണ്ട്. വൈൻ നഖൽ ഖാലി അബൂബക്കർ ബാഖില്ലാനി, അബൂബക്കർ ബാഖില്ലാനി എന്ന് പറയുന്ന ഖാലി അവറുകൾ അൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും അലാ നഫീൽ ഇസ്മി, കുറ്റം ഇല്ല എന്നാണ്. അവിടെ കുറ്റമില്ല എന്നതിന് ഇജ്മാ ഉണ്ടെന്നാണ് ഖാലിയാര് നക്കൽ ചെയ്തിട്ട്. അങ്ങനെ ഉണ്ടെങ്കിലും ചില ഉസൂലിയാക്കളെ തൊട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് അവല് വക്തിനെയും കൊണ്ട് തഖീർ നടത്തിയാൽ കുറ്റക്കാരനാകും എന്നതാണ്. അങ്ങനെ വരുമ്പോ ടൈമിൽ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അവല് വക്തിൽ ചെയ്യണം എന്നാണ്. ഒരു നക്കലിഹി, അത്തരത്തിൽ ഖാലി അവറുകൾ നക്കൽ ചെയ്യുമ്പോൾ ആ നക്കൽ ചെയ്തതിന് വേണ്ടി കാലബാധവും ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്നഹു, നിശ്ചയമായിട്ടും ആ ഒരു സംഗതി, അഥവാ അവല് വക്തിൽ ചെയ്യാത്ത പ്രവൃത്തി എന്നർത്ഥം, അവല് വക്ത് കഴിഞ്ഞിട്ട് ചെയ്ത പ്രവൃത്തി, ആ പ്രവർത്തിക്കപ്പെട്ട കാര്യം ഖലാ, അത് ഖലാ തന്നെയാണ്. എങ്ങനത്തെ ഖലാ? യസുദ്ദു മസദ്ദൽ അദാ, ഒരു അദാ വന്ന് അടയേണ്ട സ്ഥലത്ത് വന്ന് അടയുന്ന ഖലാ ആണ്. അല്ലാതെ സമയം കഴിഞ്ഞിട്ട്, സമയം ഫുള്ള് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഖലാ അല്ല ഇത്. ഇങ്ങനെയാണ് ഈ കീലപ്രകാരം വരാനുള്ളത്. ഇതുകൊണ്ട് തീരുന്നില്ല. കാരണം ജവാസി എന്ന നിലയിൽ ജവാസ സമയം മുഴുവനും അദാഇന്റെ ടൈമാണെന്നാ പറഞ്ഞത്. അതിനെ എണ്ണിച്ചുകൊണ്ട് കീല വരും. ഒരു കീല കഴിഞ്ഞു അവല് വക്താണ് അദാ എന്ന് പറഞ്ഞത്. ഓ കീല, ഇനി വേറെ കീല വരുന്നു വഖ്തു അദാഇഹി, ആ ഒരു ഫീലിന്റെ അദാ ആയ ടൈം അല്ലാഹിർ, ലാസ്റ്റ് ടൈമാണ്. ഇതിൽ വഖ്തി, ഈ സമയത്തിന് ലാസ്റ്റ് സമയമാണ്. എന്താണ് അങ്ങനെ വരാൻ കാരണം? ലിൻദിഫായി വുജൂബിൽ ഫീലി ഖബലഹു, ഈ ലാസ്റ്റ് സമയത്തിന്റെ മുമ്പ് കർമ്മം ചെയ്യൽ വുജൂബില്ല, അവ ലാസ്റ്റേ ആകുള്ളൂ. നീ കീല, ആ കീല പ്രകാരം അതിൽ ഖുദ്ദിമ അലൈഹി, ലാസ്റ്റ് സമയം ആകുന്നതിന്റെ മുമ്പ് തന്നെ ചെയ്താലോ. അപ്പൊ ആദ്യ ടൈമിലാവാം, നടു ടൈമിലാവാം, എന്താവട്ടെ
ലാസ്റ്റിനേക്കാൾ ആ പ്രവൃത്തിയെ മുന്തിപ്പിക്കപ്പെട്ടാൽ അതെങ്ങനെ മുന്തിപ്പിക്കപ്പെടല്? ബിയം ഫഅല ഖബലഹുൽ വഖത്തി, സമയത്തന്നെ ചെയ്യണത് ആ സമയത്തിൽ എന്തായി ലാസ്റ്റ് സമയം ആകുന്നതിന് മുമ്പ് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് മുന്തിക്കല് വരാം. ഇത് ചെയ്താൽ ഇവിടെ എന്താ പറയാനുള്ളത്? ഇപ്പൊ തഅജീലുൻ, അത് അവ്വൽ വക്തിൽ വേഗം ചെയ്തു അതിനെ പറ്റി പറയുള്ളൂ. അപ്പൊ ഈ കീന പ്രകാരം തഅജീല് വരും, മറ്റൊരു കീന പ്രകാരം ഖളാവ് വരും, മുഅ്തമദ് പ്രകാരം ഖളാ അല്ല മുള്ളു അതാ. ഇങ്ങനെയാണ് അഭിപ്രായങ്ങൾ പോകുന്നത്. അപ്പൊ തഅജീൽ എന്ന് പറയുമ്പോൾ അതിനർത്ഥം വെക്കേണ്ടത് ഐഫ തഖ്ദീമുഹു, ആഖിർ വക്തിനേക്കാളും മുന്തിച്ച് ചെയ്യപ്പെട്ട ഈ പ്രവൃത്തിയെ മുന്തിക്കുക എന്നുള്ളത് തഅജീലുൽ ലിൽ വാജിബി, അത് വാജിബിനെ വേഗത്തിലാക്കിയതേ പറയാൻ പറ്റുള്ളൂ. വാജിബില്ല, ലാസ്റ്റേ വാജിബാകുള്ളൂ. പക്ഷെ വാജിബിനൊന്ന് മുന്തിച്ചു, ആ വാജിബിനെ വേഗമാക്കിയതേ ഉള്ളൂ. എങ്ങനത്തെ വാജിബ്? മുസ്തിത്തുല്ലു, എങ്ങനത്തെ തഖ്ദീമ്? അത് ആ വാജിബിനെ ഒഴിവാക്കി കളയുന്നുണ്ട്. അങ്ങനെ വാജിബിനെ ഒഴിവാക്കുന്ന വിധത്തിൽ ഒരു തഅജീൽ നടത്തിയതേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വുജൂബ് എന്ന നിലക്കല്ല. അത് ഏതുപോലെ ഉദാഹരണം തഅജീൽ സക്കാത്തി ഖബല വുജൂബിഹ, സക്കാത്ത് നിർബന്ധമാകുമ്പോഴേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്തിന് മുമ്പ് തന്നെ സക്കാത്ത് കൊടുത്ത് വീട്ടിൽ വേഗത്തിന്, അത് പറ്റുമല്ലോ? അത് തഅജീലല്ലാവുക എന്നതുപോലെ തഅജീൽ ആകുള്ളൂ അവ്വൽ വക്തിൽ ചെയ്താൽ തീര. എങ്കിൽ നമ്മളിപ്പോൾ ഷാഫി മദ്ഹബ് പ്രകാരം പറയുമ്പോൾ മറ്റു വല്ല മദ്ഹബുകാർക്കും ഇവിടെ അഭിപ്രായം ഉണ്ടോ? അല്ലേ, ഉണ്ട്. ഇപ്പൊ കാലത്തിൽ ഹനഫിയ, ഹനഫിക്കാര് പറയുന്നത് വഖ്തു അദാഇഹി, ളുഹറാവട്ടെ ഏതാവട്ടെ അതിന്റെ അദായ ടൈം ഒരു ഭാഗമാണ്, ഒന്നാണ് എന്ന് പറഞ്ഞാൽ അത് ജുസു, ഒരു ഭാഗം. അല്ലതി, എങ്ങനത്തെ ഭാഗം? ഇത്തസല ബിഹി, അതിനോട് ചേർന്നു, അൽ അദാഉ മിനൽ വഖ്തി, സമയത്തിൽ നിന്ന് അദാ ഏതിനോടോ ചേർന്നെങ്കിൽ അതാണ് വഖ്തുൽ അദാവുക. അതായത് ഐ ലാഖാഹുൽ ഫിഅലു, ആ സമയത്തിനോട്, ആ സമയത്തിനൊരു ഭാഗത്തിനോട് ഈ കർമ്മം കണ്ടുമുട്ടി. അതെങ്ങനെ? ബിഅൻ വഖഅ ഫീഹി, ആ സമയത്തിൽ ഈ കർമ്മം സംഭവിക്കുക. അപ്പൊ ആ സമയത്തിന് ഏതൊന്നിലാണോ ആ സംഭവം നടന്നതെങ്കിൽ ആ നടന്നത് കൊണ്ട് അവിടെ എന്തായി? അതാണ് നിർബന്ധമാവും, അതാണ് അതിന്റെ ടൈം. അപ്പൊ ആദ്യ ടൈമിലാ സംഭവിച്ചത്, അതാണ്. നടുവിലാണോ? അതാണ്. ഒടുവിലാണോ? അങ്ങനെ. അപ്പൊ ഏതൊരു ഭാഗത്തിനോടാണോ ആ കർമ്മം കണ്ടുമുട്ടിയതിൽ അതാണ് അതിന്റെ അതാകുന്ന. ഇല്ല, അങ്ങനെയല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അദാ ഈ വീട്ടുക എന്നുള്ള ആ കർമ്മ പരിപാടി ചേർന്നില്ലെങ്കിൽ വഖത്തി, ഈ പറഞ്ഞ സമയത്തിൽ നിന്ന് ഒരു ഭാഗത്തിനോട് ചേർന്ന് വന്നില്ല എങ്കിൽ, ചേർന്ന് വരാതിരിക്കല് വഖത്തി, ആ സമയത്ത് പ്രവൃത്തി സംഭവിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോ അതാ ചേർന്നിട്ടില്ല. അങ്ങനെ വരുന്നാൽ ഇവിടെ എന്താ പറയാനുള്ളത്? എന്നാ പിന്നെ അതാതിന്റെ ടൈം ലാസ്റ്റ് എന്നതാണ്. ഐ ഫവഖ്തു അദായിൽ ജുസ്ഉ അൽ ആഖിറു മിനൽ വഖ്തി, വിശാലമായ ഈ സമയത്തിൽ നിന്ന് അവസാന ഭാഗമുണ്ട്, അതാണ് അദാ ഉൽ വഖ്ത്. ഇങ്ങനൊരു വിശദീകരണത്തോടു കൂടിയാണ് ഹനഫിക്കാര് പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ലിതഅയീനിഹി ലിൽ ഫിഅലി ഫീഹി, ആ ലാസ്റ്റ് സമയത്തിൽ ആ കർമ്മത്തെ എന്തായി? അത് ചെയ്യുക എന്നുള്ള തഅയീനായി വന്നു. അതുകൊണ്ട് തന്നെ ഹൈസുലൻ യഖ്വീമ ഖബലഹു, ഈ സമയത്തിന്റെ മുമ്പ് സമയത്തിൽ ഇത് സംഭവിച്ചിട്ടില്ലല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് നിലപാട് വെക്കുമ്പോൾ ലാസ്റ്റിൽ ഈ പ്രവൃത്തി അവിടെ ചെയ്യുക എന്നുള്ള വ്യക്തമായി. അങ്ങനെ വരുമ്പോ ആ ലാസ്റ്റ് സമയമാണ് അതാ അതിന്റെ ടൈം. കർഹിയോ, എന്നാ ഇവിടെ കർഹിമെന്ന് പറയും. നമുക്ക് നോക്കാം എന്താ കർഹി പറയുന്നത്? ഇൻ ഖുദ്ദിമ അൽ ഫിഅലു അലാ ആഖിറിൽ വഖ്തി, ലാസ്റ്റ് സമയത്തിനേക്കാൾ പ്രവൃത്തിയെ മുന്തിപ്പിക്കപ്പെട്ടാൽ. എങ്ങനെ മുന്തിപ്പിക്കപ്പെടൽ? ബിഅൻ വഖഅ ഖബല ഫിൽ വഖ്തി, സമയത്തിൽ തന്നെ ആഖിർ വഖ്തിന്റെ പരിപാടി നടന്നു, ആ സംഭവം, ആ കർമ്മം നടന്നു. അങ്ങനെ സംഭവിക്കുക എന്നതുകൊണ്ട് തന്നെയാണ് മുന്തിക്കപ്പെടുന്ന രീതി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ മുന്തിക്കപ്പെട്ട കർമ്മത്തെ കുറിച്ച് പറയാനുള്ളത്?
ഇവിടെ മുന്തിപ്പിക്കപ്പെട്ട ആ മഖൂലായ കാര്യം ആയി സംഭവിച്ചു, വാജിബൻ അത് വാജിബായിട്ട് സംഭവിച്ചു എന്നാണ് കർഹീമാൻ പോകുന്നത്. ബിശറത്തി ബഖായിഹി അതിന്റെ ബഖാ മറ്റ് ഷറത്തുകളോട് കൂടെ എന്ന് പറഞ്ഞാൽ ബഖായിൽ മുഖദ്ദമി ലുഹു അതിന് മുന്തിക്കപ്പെട്ടത് എന്തുണ്ടോ അതിനെ മുന്തിപ്പിക്കപ്പെട്ടത് ഇവിടെ അവശേഷിക്കണം. അപ്പൊ അതിനെ മുന്തിപ്പിക്കപ്പെടുമ്പോൾ ആ മുന്തിപ്പിക്കപ്പെട്ടത് ഇവിടെ അവശേഷിക്കുക എന്ന നിബന്ധനയുണ്ട്. എന്തായിട്ട്? മുക്കല്ലഫായിട്ട് അവരെന്താവണം, അവിടെ അവശേഷിക്കണം. അപ്പൊ ഈ കർമ്മവും ചെയ്യുമ്പോ ഈ മുന്തിക്കപ്പെട്ടതായ കർമ്മം ചെയ്യുമ്പോ ആ മുന്തിക്കപ്പെടുന്ന ആ സമയം മുതൽ അവനെന്താണ് ചെയ്ത ആൾ തെക്കിലീഫായിരിക്കണം. ഇലാ ആഖിൽ വഖ്തി അതിന് ലാസ്റ്റ് സമയം വരെ എന്ത് വേണം? തെക്കിലീഫുള്ള ആളായിരിക്കണം. നിബന്ധനയുണ്ട്. അത്തരം നിബന്ധന പ്രകാരം ഇവിടെ ലാസ്റ്റ് സമയത്തിന് മുമ്പ് ചെയ്ത കർമ്മം വാജിബാണ്. ഫൈലം ജബ്ക കദാലിക ലാസ്റ്റ് സമയത്തിന്റെ മുമ്പ് കർമ്മം ചെയ്തെങ്കിലും അത് മുതൽ ലാസ്റ്റ് സമയം വരെ അവൻ മുക്കല്ലഫാവുന്ന രീതി ഉണ്ടായില്ല, ആ ഒരു നിലപാട് അവശേഷിച്ചിട്ടില്ല എങ്കിൽ അത് ഏതുപോലെ ചോദിച്ചാൽ കഅൻ മാത്ത അവൻ മരിക്കും പോലെ, ഔ ജുന്ന അല്ലെങ്കിൽ അവൻ ഭ്രാന്തനാകും പോലെ ഇങ്ങനെ വരികയാണ് എങ്കിൽ ഈ മുന്തിച്ചു വെച്ചതായിരിക്കുന്ന കർമ്മത്തെ കുറിച്ച് എന്ത് പറയും? ഖദ്ദമഹു അങ്ങനെ അവൻ മുന്തിച്ചു വെച്ച ആ കർമ്മം ആയി സംഭവിച്ചു, നഫലൻ അത് വാജിബല്ല സുന്നത്തായിട്ടേ സംഭവിക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് കർഹീമാവ് പോകുന്ന രീതി. അപ്പോ സർത്തുൽ വുജൂബി ഇൻദഹു ഇങ്ങനെ വരുമ്പോ കർഹീമാമിന്റെ അടുക്കൽ വുജൂബിന്റെ നിബന്ധന ഐ യബ്ഖാ മൻ അദ്റകഹുൽ വഖ്തു സമയം അവന് കിട്ടി, സമയം അവനെ എത്തിച്ചു, അങ്ങനെ എത്തിച്ചതായ അവൻ അവശേഷിക്കണം. എന്തോ അവശേഷിക്കണം? സിഫത്തി തെക്കിലീഫ് എന്ന് പറയുന്ന ഒരു സിഫത്ത് അവന് വേണം. ഏതുവരെ? ഇലാ ആഖിരിഹി അൽ മുതബയ്യിനി ബിൽ വുജൂബ് എന്താകും? ആ ഒരു സമയം കൊണ്ട് വ്യക്തമായി വരും. അങ്ങനെ വുജൂബ് ആ ഒരു സമയം കൊണ്ട് മുതബയ്യിനായിട്ട് വരുന്നൊരു സമയം അവിടെ ഉണ്ട്. അത്തരം ലാസ്റ്റ് സമയം വരെ ഇവരെന്തായിരിക്കണം? തെക്കിലീഫ് എന്നൊരു സിഫത്ത് വേണം. അങ്ങനെ ആകുമ്പോഴേ അദ്ദേഹത്തിന്റെ അടുക്കൽ വുജൂബിന്റെ ഷർത്ത് നിറവേറുന്നുള്ളൂ. വഇൻ അഖറൽ ഫീല അൻഹു അല്ലെങ്കിൽ വഇൻ ഉഖിറൽ ഫീലു അൻഹു ആ സമയത്തെയും വിട്ട് കർമ്മത്തെ പിന്തിപ്പിക്കപ്പെട്ടാൽ വയുഅ്മറു ബിഹി ഖബലഹു അതിന്റെ മുമ്പ് തന്നെ, അതായത് ലാസ്റ്റ് മുമ്പ് തന്നെ ഈ കർമ്മം ചെയ്യണമെന്ന് അവിടെ കൽപ്പിക്കപ്പെടുകയും അതിനെ തൊട്ട് അവൻ പിന്തിക്കപ്പെടുകയും ചെയ്താൽ ശരി ആ സിവത്വത്തേക്ക് വേണമെന്ന. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അന്നല്ലസ്ല അടിസ്ഥാനം ബഖാഉഹു ഈ ചെയ്യുന്ന ആള് അവശേഷിക്കണം. സിഫത്തി തെക്കിരീഫ് എന്ന ഒരു സിഫത്ത് അവിടെ വേണം, അതില്ലെങ്കിൽ പറ്റൂല. ഫഹൈസു വജബ അപ്പോ അത് ചെയ്യൽ നിർബന്ധമായി എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നിർബന്ധമായെടുത്ത് വരുമ്പോ വഖ്തു അദായി ഇൻദഹു അപ്പൊ പിന്നെ കർഹി ഇമാമിന്റെ അടുക്കൽ ആ ഒരു കർമ്മത്തിനുള്ള അദായ ടൈം ആകുന്നത് കമാ തഖദ്ദമ അൽ അർഹിയ അനഫിക്കാരെ തൊട്ട് ഉദ്ധരിച്ചത് പോലെയാണ് പറയാനുള്ളത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്നഹു മിൻഹും ഈ കർഹി ഇമാം എന്ന് പറയുന്ന ആള് അനഫിക്കാരെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അതുകൊണ്ടാണ് വഇൻ ഖാലഫഹും കർഹി ഇമാമ് അതേ അനഫിക്കാരനാണെങ്കിലും അനഫിക്കാരോട് മൂപ്പര് എതിരുണ്ട്. ഫീമ ഷറത്തുഹു മൂപ്പര് ഷറത്താക്കി വെച്ചൊരു കാര്യത്തിൽ അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും അനഫിക്കാരെ തൊട്ട് പറഞ്ഞതുപോലെയാണ് അതിന്റെ അദാന ടൈം. ഫദക്കറഹുൽ മുസന്നിഫ് എന്നാ മുസന്നിഫ് അതിനെ പറഞ്ഞു ദൂനൽ അവൽ ആദ്യത്തേനെ കൂടാതെ, ദൂനൽ അവലി ആദ്യത്തേനെ കൂടാത്ത നിലയിൽ. എങ്ങനത്തെ മഅലൂം മിമ്മ ഖദ്ദമഹു മുസന്നിഫ് മുന്തിച്ച് വെച്ചതെന്ന് അറിയപ്പെടുന്ന അഥവാ ദൂനൽ അവലി എന്ന് പറയുന്ന ഖൗലി ഇല്ലത്തായി ഒരു മിമ്മ ഖദ്ദമഹു അവലിനെ കൂടാതെ പറഞ്ഞാൽ ആ അവലിന് മുന്തിച്ച് വെച്ചിട്ടുണ്ട് മുപ്പര്. ആ മുമ്പൊരു മുന്തിച്ച് വെച്ചതിൽ നിന്ന് അറിയപ്പെട്ടതാൽ അവലുണ്ട്. ആ അവലിനെ കൂടാതെ മുസന്നിഫ് അവറുകൾ എവിടെ എന്ത് പറഞ്ഞു? ഈ വിഷയം എടുത്തിട്ട് പറഞ്ഞു. എന്താണ്?
അതിന്റെ അതാ ടൈമും വാറിലൊക്കെ അവരൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. ഇവിടെ അന്ന ജമിയ വക്തുൽ ജവാദുമായി വക്തുല്ലി അതായത് പറഞ്ഞു പോയി. അങ്ങനെ മുസന്നിഫ് തുടങ്ങിയത് അവര് ഒന്നും പറയാതെ പറഞ്ഞു. വല്ലഖ്വാലു ഖൗലുകള് വൈറുൽ അവലി അവല് വെച്ച് ഏത് വാക്കുകളും മുൻകിറത്തുൽ വാജിബിൽ മുവസ്സഇ മുവസ്സആയ വാജിബിനെ ഇൻകാർ ചെയ്യുന്നതാണ് അവലൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം. എന്തുകൊണ്ട് ഇത്തിഫാഖിഹ ആ ഖൗലുകളെല്ലാം യോജിച്ചതിന് വേണ്ടി. എന്തിന്റെ പേര്? അല അന്ന വഖ്തൽ അദാഇ അദാഇ എന്ന് പറയുന്ന ആ അദാഇന്റെ ടൈം ലാ യഫ്ളുലു അനിൽ വാജിബി അത് വാജിബിനെയും വിട്ടെന്താവുകയില്ല, കൂടുതലാവുകയില്ല. അപ്പൊ വാജിബിനേക്കാൾ അത് കൂടുതലായി വരികയില്ല എന്നൊരു കാര്യത്തിന്റെ മേലിൽ പറഞ്ഞ അവരച്ച് ബാക്കിയൊക്കെ കൗലുകൾ യോജിച്ചു വന്നു. ആ നിലക്കാണ് ഇവകളൊക്കെ എന്തായത് വാജിബ് വ്യവസ്ഥയിലെ ആദ്യത്തെ കൗല് വെച്ച് ബാക്കിയൊക്കെ എതിർക്കുന്നു എന്ന് പറഞ്ഞത്. ഒമൻ അഖറ അൽ വാജിബുൽ മദ്കൂറ ഇനി ഇവിടെ പറയപ്പെട്ട വാജിബ് ഉണ്ടല്ലോ, അതായത് അവൽ വക്ത്, ആഖിർ വക്ത്, ജമീൽ വക്ത് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഈ വാജിബായ ഒരു കാര്യം ചിന്തിച്ചു. അതെങ്ങനെ? അല്ലം യസ്തഗിൽ ബി അവൽ വക്ത് മസലൻ. അവൽ വക്ത് ഒരു ഉദാഹരണം പറഞ്ഞതാ. അവൽ വക്ത് കൊണ്ട് ജോലി, അവൽ വക്തിൽ തന്നെ ആ വാജിബ് കൊണ്ട് ജോലി ആവണം. അങ്ങനെ ജോലി ആയിട്ടില്ലെങ്കിലാണ് പറയപ്പെട്ട വാജിബിനെ പിന്തിക്കൽ വരിക. അങ്ങനെ പിന്തിച്ചു. ഏതോടുകൂടെ ബാലന്നിൽ മൗത്തി അഖിബമ്മ യസോ മിൻഹു മസലൻ മരിക്കുക എന്നത് എന്നോടുകൂടെ പിന്തിച്ചത്. എന്തിന്റെ ഉടനെ? അഖിബമ്മ ഒരു സമയത്തിന്റെ ഉടനെ. അങ്ങനത്തെ സമയം എന്ന് ചോദിച്ചാൽ യസഹു ആ സമയം അവർക്ക് എന്താകും? വിശാലമാകും. മിൻഹു ആ സമയത്തിൽ നിന്ന് അവർക്ക് വിശാലമാവുന്നൊരു ടൈമുണ്ട്. അത്തരം ഒരു ടൈമിന്റെ ഉടനെ തന്നെ അവൻ മരിക്കും. അങ്ങനെ മരിക്കും എന്നൊരു വിചാരത്തോടു കൂടി തന്നെ അവല് വക്തുമായി അത് ചെയ്യാൻ കൂട്ടാക്കാതെ പിന്തിച്ചാൽ ഇവന് മസലൻ അങ്ങനെ മൗത്ത് എന്നൊക്കെ പറയുന്നൊരു ഉദാഹരണമായി പറഞ്ഞതാ. ഇനി അതല്ലെങ്കിൽ മറ്റു പലതും ആക്കാം ഉദാഹരണം. എന്നാൽ ആസ ഇവിടെ അവൻ ദോഷിയായി മാറുന്ന എന്തുകൊണ്ടിലും വന്നിഹി ഫവാത്തൽ വാജിബി തേഖീരി അവല് വക്തിലെ ചെയ്താൽ കുഴപ്പമില്ലായിരുന്നു. അവല് വക്തും കഴിഞ്ഞിട്ട് മറ്റൊരു വക്ത് എത്തിയപ്പോഴും മരിക്കുന്ന ധാരണുണ്ട്. അപ്പൊ അവല് വക്ത് ചെയ്യണ്ടേ? ചെയ്തില്ല. അങ്ങനെ പിന്തിച്ചോ. ഈ പിന്തിക്കുക എന്നൊരൊറ്റ കാരണം കൊണ്ട് വാജിബ് നഷ്ടപ്പെടും. ആ വാജിബ് നഷ്ടപ്പെടവൻ ലെന്ന് ചെയ്തല്ലോ, ആ ലെന്ന് നോക്കിയിട്ടാണ് അവൻ ദോഷിയായതെന്ന് പറയുന്നത്. ഇനി ലെന്ന് ചെയ്തു, മരിച്ചില്ല. ഇനി അവിടെ പറയാൾ പിന്തിക്കും ചെയ്തു, പക്ഷേ അവൻ ഇവിടെ എന്തായി? ഫൈനാശ അവൻ ജീവിച്ചു. എന്നിട്ട് ഫാനോഫിൽ വക്കത്തി എന്നിട്ട് അതിന്റെ അതേ സമയത്ത് തന്നെ അവൻ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഇതിനെ കുറിച്ച് എന്ത് പറയാണ്ട്? ഫൽ ജുംകൂറും കാലു അവർ പറയുന്നത് ഫിഇലുഹു അദാഉൻ അവൻ ചെയ്ത ആ പണി അദാ തന്നെയാണ്, ഖളാ അല്ല. എന്തുകൊണ്ട്? അന്നഹു ഫിൽ വഖത്തിൽ മുഖദ്ദരി ലഹു ശർഅൻ അവന് കണക്കാക്കപ്പെട്ടതായി അഥവാ ഒരു ഫർള് ആ ഒരു കർമ്മത്തിന് കണക്കാക്കപ്പെട്ടതായിരിക്കുന്ന സമയത്ത് തന്നെ ആ ഫർള് ശറയിൽ നടന്നു. അതുകൊണ്ട് അതാ എന്ന് പറയാം. എന്നാൽ വഖാൽ ഖാളിയാനി അബൂബക്കർ ബാഖില്ലാനി ഇവനെ മുത്തകല്ലിമീങ്ങളിൽപ്പെട്ടതായിരിക്കുന്ന ഖാളി അബൂബക്കർ ബാഖില്ലാനിയും മറ്റൊരു ഖാളിയാണ് ഒൽ ഹുസൈനു തങ്ങള് ഇവരെ ഫുഖാകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹുസൈനും റളിയല്ലാഹു അൻഹു ഈ രണ്ടാളും പറയുന്നു എന്ത്? ഫിഇലുഹു അങ്ങനെ അവൻ ചെയ്ത ആ പ്രവൃത്തി അത് ഖളാ ആണ്, അദാ അല്ല എന്ന്. എന്തുകൊണ്ട് അങ്ങനെ ഖളാ? ഇവിടെ അന്നഹു നിശ്ചയമായിട്ടും ഈ കർമ്മം ബഅദൽ വഖത്തി ഒരു സമയത്തിന് ശേഷമാണ് ഉണ്ടായത്. എങ്ങനത്തെ സമയം? അല്ലദീ തളീഖു അലൈഹി ആ സമയം അവന്റെ മേലെ വളരെ കുടിസാണല്ലോ, വിശാലത ഇല്ലല്ലോ. എന്തുകൊണ്ട് കുടിസായി? ബിവന്നിഹി അവൻ മരിക്കും എന്നുള്ള വിചാരണ വന്നപ്പോ കുടിസല്ലേ. അപ്പൊ ആ കുടിസ ഒരു സമയം, അത്തരം ഒരു സമയത്തിന്റെ ശേഷമാണ് ഈ കർമ്മം അവൻ ചെയ്തത്. വൈംബാന ഖതൂഹു അവൻ വിചാരിക്കുകയും അതിന്റെ പിഴവ് അവന് ബോധ്യമാവുകയും ചെയ്തു. എന്നാൽ പോലും
വഖ്തുലേക്ക് ശേഷമാണ് ഈ കർമ്മം ചെയ്യുന്ന ന്യായം. ഈ ന്യായപ്രകാരം അത് ഖളാ ആണ് എന്നുള്ളതാണ് രണ്ട് ഖാദിമാരുടെ അഭിപ്രായം. അങ്ങനെ പോകുന്ന അഭിപ്രായങ്ങൾ നമുക്ക് അവിടെ ഒന്നും ബാധകമില്ല, സമയത്ത് കിട്ടിയ അതാ തന്നെ. വമൻ അഖറ വാജിബൽ മദ്കൂറ, ഇനി പറയപ്പെട്ട വാജിബിനെ പിന്തിച്ചു. അതെങ്ങനെ? അല്ലം യസ്തഗിൽ ബി അവ്വൽ വഖത്തി മസലൻ, ആദ്യ ടൈം എന്നൊരു ഉദാഹരണം പറയും. ആദ്യ ടൈമിൽ തന്നെ എന്ത് ചെയ്തു? ആ വാജിബ് കൊണ്ടവൻ ജോലിയാവാതിരുന്നു. അങ്ങനെ ജോലിയാവാതിരുന്നതിനെ പിന്തിച്ചു. ആ പിന്തിക്കൽ എന്തോടുകൂടിയാ? മഅല്ലി സലാമത്തി മിനൽ മൗത്തി, മരണം എന്നതിനെ തൊട്ട് അവൻ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ആ വിചാരത്തോടു കൂടിയാ പിന്തിപ്പിച്ചത്. ഏതുവരെ? ആഖിറൽ വഖത്തി, സമയത്തിന്റെ ലാസ്റ്റ് വരെ അവൻ മരിക്കില്ല, അവൻ മരിക്കൂല എന്നൊരു വിചാരം അവൻ വന്നു, അതോടുകൂടെ പിന്തിച്ചു. എന്നിട്ട് ഫീ ഖബ്ല ഫീല്, പക്ഷേ സംഗതിയിൽ എന്തായി? അള്ളാന്റെ തീരുമാനമാണ് അതൊക്കെ. എന്ത് ചെയ്താലും ആ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ആ സമയത്ത് അവൻ മരിക്കുകയും ചെയ്താലോ? ഇങ്ങനെ വന്നാൽ ഇവനെ കുറിച്ച് നമുക്ക് എന്ത് പറയാം അവിടെ? ഫസ്വഹീഹു, അപ്പൊ സ്വഹീഹായ അഭിപ്രായം അന്നഹു, നിശ്ചയമായിട്ടും ഈ വ്യക്തി ലാ യഅസി, അവൻ ദോഷിയാകോ? ഇല്ല. എന്താ ദോഷിയാവാത്തത്? അന്നത്തഖീറ, ഇവിടെ പിന്തിക്കുക എന്നുള്ളൊരു കാര്യം ജായിസുൽ ലഹു, അത് അവൻ അനുവദിച്ചതാണല്ലോ. ആ അനുവദിച്ചതായിരിക്കുന്ന പിന്തിക്കലല്ല ഇവിടെ നടത്തിയത്. പിന്നെ ഒരു നഷ്ടപ്പെട്ടു പോയതല്ലേ. ഓൽ ഫവാത്തു, നഷ്ടം സംഭവിച്ചത് ലൈസ ബിഖ്തിയാരി, അത് അവന്റെ ഇഷ്ടപ്രകാരമല്ലല്ലോ, അവൻ തെരഞ്ഞെടുത്തതല്ലല്ലോ അത്, അതുകൊണ്ടാണ്. ഖീല, ഇവിടെ സ്വഹീഹിന്റെ മുഖാബല പറയാനുള്ളത് അവൻ ദോഷിയാകും. പിന്നെ ഇവിടെ ജവാദു തഖീരി, പിന്തിക്കൽ ജായിസ എന്നല്ലെങ്കിൽ പറഞ്ഞത്. ആ പിന്തിക്കലുള്ള ജവാസ് മസ്റൂത്തുൻ, അത് ഷർത്താക്കപ്പെട്ടതാണല്ലോ. സലാമത്തിൽ ആഖിബത്തി, ആ സമയത്തിന്റെ ലാസ്റ്റ് രക്ഷപ്പെടണമെന്ന്. അതിവിടെ നടന്നിട്ടില്ലല്ലോ, അതാണ് പറയാറുള്ളത്. എന്നാൽ സ്വഹീഹ് പ്രകാരം അവൻ ദോഷിയാകൂല എന്ന് പറഞ്ഞിടത്തുനിന്ന് ബിഖിലാഫിമ, ഒരു വാജിബിനെതിരായിട്ട്, അതായത് അതിൽ വാജിബില്ലതി, ഒരു വാജിബ്. എങ്ങനത്തെ വാജിബ്? വഖ്തുഹു, ആ വാജിബായ കാര്യത്തിന്റെ സമയം അൽ ഉംറു, വയസ്സാണ്. വയസ്സിൽ ഒരിക്കൽ ചെയ്താൽ മതി, അതാണ് ഇപ്പൊ അതിന്റെ ടൈം. അങ്ങനത്തെ ഒരു ടൈമുള്ള വാജിബാണെങ്കിൽ അത്തരം വാജിബിന് എതിരായിട്ട്, അത് ഏതുപോലെ? കൽ ഹജ്ജ്, ഹജ്ജ് പോലെയാണ്. അപ്പൊ ഇവിടെ ദോഷിയാകും. അതെന്താ? കാരണം ഇന്നമൻ, ഒരുത്തൻ, നിശ്ചയം, അഖറഹു, ഈ ഹജ്ജിനെ അവൻ പിന്തിച്ചു. എന്തിന്റെ ശേഷം? ബഅദ അൻ അംകനഹു ഫിഅലുഹു, ആ ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം അവൻ ഉണ്ടായിട്ടുണ്ട്. ആ സൗകര്യത്തിന് ശേഷം ഹജ്ജിനെ അവൻ പിന്തിച്ചു. എന്തോടുകൂടെ പിന്തിപ്പിച്ചത്? മഅല്ലി സലാമത്തി മിനൽ മൗത്തി, മരണത്തെ തൊട്ട് അവൻ രക്ഷപ്പെടും, അവൻ മരിക്കൂല എന്നൊരു വിചാരത്തോടു കൂടിയാണ് ഇത് പിന്തിച്ചത്. ഏതുവരെ പിന്തിച്ചു? ഇലാ മുളിയി വഖ്തി യുംകിനു ഫിഅലുഹു ഫീഹി, ഒരു സമയം, ആ സമയത്ത് ഈ കർമ്മം ചെയ്യാൻ കഴിയും, അങ്ങനത്തെ ഒരു സമയം കഴിയുന്നത് വരെ പിന്തിച്ചു. പക്ഷേ ഓ മാത ഖബല ഫീൽ, ഓ ചെയ്തിട്ടില്ലല്ലോ, സമയം വരെ പിന്തിക്കും ചെയ്തു. അങ്ങനെ ആ കർമ്മം പ്രവൃത്തി ചെയ്തിട്ടില്ല. ആ കർമ്മത്തിന്റെ മുമ്പ് തന്നെ ഇവൻ മരിക്കുകയും ചെയ്താൽ ഇവനെ കുറിച്ച് എന്ത് പറയും വിധി? ഇവൻ ദോഷിയാകും. അല സ്വഹീഹി, പല അഭിപ്രായം അതിലുണ്ടെങ്കിലും സ്വഹീഹായ അഭിപ്രായ പ്രകാരം ദോഷി തന്നെയാണ്. കാരണം കഴിവുണ്ടായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയല്ലേ ചെയ്തില്ല. അപ്പോൾ ഇല്ല, ഈ പറഞ്ഞതുപോലെയല്ല എങ്കിൽ, അവരോട് പറഞ്ഞു പോന്നല്ലോ, ഈ പറഞ്ഞ രൂപത്തിലും സൗകര്യമൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നെ ലം യതഹഖഖൽ വുജൂബ്, അവന്റെ ഹക്ക്, വുജൂബ് ഹക്കായിട്ടില്ല, ഒരു ബാധ്യത വന്നിട്ടില്ല വുജൂബ് എന്ന് വെക്കാം. വഖീല, അവിടെ ഒരു ഖീല പറയട്ടെ, എന്ത്? ലാ യഅസി ബിഖിലാഫി മാ എന്നല്ലേ പറഞ്ഞു? സഹീഹ് പ്രകാരം ദോഷിയാകുന്നു പറഞ്ഞു. എന്താ പറയുന്നത്? ലാ യഅസി, ദോഷിയാകൂല എന്ന. എന്താ ദോഷിയാവാത്തതവൻ? ജവാദി തഖീരി ലഹു, ആ സൗകര്യം ഉണ്ടായിട്ടും അതിനെ പിന്തിപ്പിക്കാൻ ജവാദുണ്ട്. പിന്നീട് ദോഷിയാവുക എന്നുള്ളത് ഇസ്യാനും, അവൻ കുറ്റക്കാരനാകുന്നത്. ഫിൽ ഹജ്ജ്, ഹജ്ജിൽ അവൻ കുറ്റക്കാരനാകുന്നില്ലേന്ന ആകുന്നത്, അത് മിൻ ആഖിരി സിനൽ ഇംകാനി, സൗകര്യമാവുന്ന ഒരു വർഷമുണ്ട്. സൗകര്യമാകുന്ന വർഷങ്ങൾ അവസാനം മുതൽക്കാണ് അവൻ കുറ്റക്കാരനാവുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്?
ആ ലാസ്റ്റ് വർഷം വരെ ഇങ്ങനെ പിന്തിക്കൽ അനുവദനീയമാണ്. അപ്പൊ ലാസ്റ്റ് വർഷത്ത് നമ്മളെ കുറ്റക്കാരനാവുള്ളൂ എന്നപ്പൊ കീല പറഞ്ഞത്. വക്കീല മറ്റൊരു കീല പറയുന്നത് മിൻ അവലിഹ, അതിന്റെ ആദ്യം മുതൽക്ക് തന്നെ അവനെന്താകും, ദോഷിയാകും എന്നാ പറയുന്നത്. അതെന്താ അതിന്റെ ആദ്യം മുതൽക്ക് ദോഷിയാവാൻ കാരണം? കൊല്ലത്തിന്റെ ആദ്യം മുതൽക്ക് തന്നെ ലിസ്റ്റിഖ്റാറി വുജൂബി ഹീനൈദിൻ, ആ കൊല്ലത്തിന്റെ ആദ്യം മുതൽക്ക് തന്നെ വുജൂബിൽ ഉറച്ചിലെവിടെ, അതുകൊണ്ട് തന്നെയാ. വക്കീല പറയപ്പെടുന്നത് വൈറു മുസ്തനദിൻ ഇലാ സനത്തിൻ ബിഐനിഹാ, ഈ കൊല്ലങ്ങളിൽ നിന്ന് ഏതെങ്കിലും അതിന്റെ വ്യക്തമായ ഒരു കൊല്ലത്തിലേക്ക് ചേർക്കപ്പെടൂല. ഇങ്ങനെ പല വിവിധ അഭിപ്രായങ്ങളാണ് വയസ്സിലൊരിക്കൽ ചെയ്യൽ വാജിബായ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. അവിടെ സ്വഹീഹായ അഭിപ്രായ പ്രകാരം വയസ്സിലൊരിക്കൽ എല്ലാ വിധേയനും ഹജ്ജ് നിർവഹിക്കാനൊക്കെ കഴിവുണ്ടായിട്ട് ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരനാവുന്ന, അതാണ് അവിടെ പറയാനുള്ളത്. അങ്ങനെ മസ്അലകൾ കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു മസ്അല വരുന്നുണ്ട്. അതേതാന്ന് ചോദിച്ചാൽ അൽ ഫിഉൽ മഖ്ദൂറുൽ മുകല്ലഫി അല്ലദീ ലം യതിമു ഐ ലാ യൂജദുൽ വാജിബുൽ മുത്ലഖു ഇല്ലാ ബി വാജിബുൻ എന്നുള്ള ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നാളെ ഒക്കെ സന്ധിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.